ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. ഈ സിനിമയെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയണോ? ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം സ്പോയിലറായി പോകും. തുടങ്ങുന്ന സമയത്ത് ഒരു സാധാരണ ലവ് സ്റ്റോറി പോലെ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ട്രാക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് മാറും. പിന്നെ അങ്ങോട്ടേക്ക് നിങ്ങൾ സങ്കല്പിക്കാത്ത രീതിയിലാണ് കഥ മുന്നോട്ടേക്ക് പോവുക. ട്വിസ്റ്റ് 1, ട്വിസ്റ്റ് 2, ട്വിസ്റ്റ് 3 എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വരെയും ട്വിസ്റ്റുകളാണ്. അപ്പൊ കഥയെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭത്തിൽ സഞ്ജു എന്ന യുവാവിനെ ഒരു സ്ത്രീയും അതുപോലെ തന്നെ വേറെ 4 പേരും ചേർന്ന് മർദ്ദിക്കുകയാണ്. അവസാനം അവന്റെ കണ്ണിലേക്ക് പെപ്പർ സ്പ്രേ അടിച്ച് ഹോക്കി സ്റ്റിക്ക് കൊണ്ട് അവന്റെ തലക്കിട്ടടിക്കുകയാണ്. ആ അടിയിൽ അവൻ നിലത്ത് വീണു തല ചെന്നൊരു കല്ലിൽ അടിക്കുകയാണ്. നിലത്ത് വീണ സഞ്ജു കിടന്ന് പെടുകയാണ്. നടക്കുന്ന ഈ സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരുന്ന ലക്ഷ്മി എന്നൊരു പെൺകുട്ടി കാണുന്നുണ്ട്. അവളാകെ ഞെട്ടിപ്പോവാണ്. എന്തായാലും സഞ്ജു മരിച്ചു എന്ന് ഉറപ്പായപ്പോൾ ഇവരെല്ലാവരും അവിടെ ഓടി രക്ഷപ്പെടുകയാണ്. ഇത് കണ്ട് ആകെ പേടിച്ചു പോയ ലക്ഷ്മി നേരെ ഓടിച്ചെന്ന് കയറുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഭയങ്കരമായ പേടി, വെപ്രാളം ഇതെല്ലാം കാരണം അവൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന SI അഞ്ജി ബാബുവിന് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ SI ചോദിക്കണം, അല്ല മോളെ നിനക്ക് എന്താ പറ്റിയത്, കാര്യം പറ. ഇപ്പൊ കരഞ്ഞുകൊണ്ട് തന്നെ ലക്ഷ്മി പറയാണ്, ആ മരീചിയും അവളുടെ കൂട്ടുകാരും കൂടെ എന്റെ സഞ്ജുവിനെ കൊന്നു കളഞ്ഞു സാറേ, ഞാനത് കണ്ടു. ഓക്കെ ആരാണ് ഈ സഞ്ജു, അതുപോലെ തന്നെ ആരാണ് ഈ മരീചിക? ഈ സമയത്ത് ലക്ഷ്മി പറയാണ്, സഞ്ജു എന്റെ കോളേജിന്റെ അടുത്തൊരു കഫേ വെച്ചിട്ടുണ്ട്, അവിടെ വെച്ചാണ് ഞാൻ അവരെ പരിചയപ്പെടുന്നത്. അപ്പൊ തന്നെ ആ കോളേജിന്റെ അടുത്തുള്ള ആ ഒരു കഫേ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോയിട്ട് സഞ്ജുവിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് SI ഒരു കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ലക്ഷ്മി ചോദിക്കുകയാണ്, അല്ല സാറേ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അവൻ മരിച്ചുപോയി, അവന് മരീചിയെ കൊന്നു കളഞ്ഞു. ഇപ്പൊ SI ബാബു പറയാണ്, പെണ്ണെ നീ ഏതാണെന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് ഇങ്ങനെ കയറി വന്ന് ഒരാൾ മറ്റൊരാളെ കൊന്നു എന്നൊക്കെ പറയുമ്പോൾ ഒറ്റയടിക്ക് വിശ്വസിക്കാനൊന്നും കഴിയില്ല. ആദ്യം ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. അതൊക്കെ പോട്ടെ, ശരിക്കും ആരാണ് ഈ സഞ്ജു, ആരാണ് ഈ മരീചിക, അതുപോലെ തന്നെ നീ ഏതാണ്? അങ്ങനെ ഈ SI ബാബുവിനോട് ലക്ഷ്മി അവളുടെ ആ ഒരു കഥ പറയാൻ തുടങ്ങുകയാണ്. ഗ്രാമത്തിൽ നിന്നും ഈ ഒരു പട്ടണത്തിലേക്ക് പഠിക്കാൻ വേണ്ടി വന്നതാണ് അവള്. മാത്രമല്ല അവളുടെ ആ ഒരു കോളേജ് ഉണ്ടല്ലോ, അതിന് തൊട്ടടുത്ത് തന്നെ ഒരു കഫേ ഉണ്ട്. അതിന്റെ ഓണറാണ് ഈ സഞ്ജു. ഞങ്ങളുടെ കോളേജിലുള്ള ഒരുവിധം പെൺകുട്ടികളുടെ എല്ലാവരുടെയും ഒരു ക്രഷാണ് ഈ സഞ്ജു എന്ന് പറയുന്നത്. ഈ സ്ത്രീകളെ അട്രാക്ട് ചെയ്യാനുള്ള എന്തോ ഒരു സംഭവം അവനിലുണ്ട്. എല്ലാ പെൺകുട്ടികളെയും പോലെ തന്നെ എനിക്കും അവനെ വല്ലാതെ ഇഷ്ടമായിരുന്നു. പക്ഷെ എന്റെ ഉള്ളിലെ എന്റെ അപകർഷതാബോധം അത് കാരണം എന്റെ ഇഷ്ടം ഞാൻ അവനോട് ഇതുവരെയായിട്ട് തുറന്നു പറഞ്ഞിട്ടില്ല. അതുപോലെ ഈ സഞ്ജു ഒന്ന് സംസാരിക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ കോളേജിലുണ്ട്. അത്രക്കും ഇഷ്ടമാണ് അവൻ എല്ലാവർക്കും. സത്യം പറഞ്ഞാൽ അവനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ഒരു കഫേയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം അല്ലറ ചില്ലറ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്നു. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ഞാൻ മരീചിയെ കാണുന്നത്. അവരെന്തൊക്കെയോ ചില കാര്യങ്ങൾ അവിടുത്തെ സെയിൽസ്മാനോട് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അവനത് മനസ്സിലാവുന്നില്ല. കാരണം ഈ മരീചിക അമേരിക്കയിൽ നിന്ന് വന്നതായിരുന്നു. അവർ ഇംഗ്ലീഷിൽ പറയുന്നത് കൊണ്ട് തന്നെ ആ സെയിൽസ്മാന് അത് മനസ്സിലായില്ല. എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു അവനോട് കാര്യങ്ങൾ പറയണം. ഓ മേഡം, ഇതായിരുന്നല്ലേ, അതായത് ഈ ബിരിയാണി എല്ലാം വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഗ്രാമ്പൂ, പട്ട അതുപോലെയുള്ള സാധനങ്ങളാണ് മരീചിക ചോദിച്ചത്. എന്തായാലും അവനത് എടുത്തു കൊടുത്തു. മാത്രമല്ല പോകാൻ നേരത്ത് ഈ മരീചിക എൻ്റെ അടുത്ത് നമ്പറും ചോദിച്ചു. കാരണം അമേരിക്കയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ ഇനി എന്തൊരു പ്രോബ്ലം വന്നാലും ഞാൻ നിന്നെ വിളിക്കുന്നു പറഞ്ഞിട്ടാണ് ആ ഒരു നമ്പർ മേടിച്ചത്. എന്തായാലും ഇതിനുശേഷം രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാവുകയാണ്. മാത്രമല്ല ഈ മരീചിക അത്യാവശ്യം ധൈര്യമുള്ള ഒരു പെൺകുട്ടിയാണ്. ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന സമയത്ത് ഒരുത്തൻ വന്നിട്ട് ഭയങ്കരമായിട്ട് അവളെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്തിന് മരീചിക അവളുടെ ബാഗിൽ നിന്നും ഒരു പെപ്പർ സ്പ്രേ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അടുത്തേക്ക് വന്നാൽ ഇത് പ്രയോഗിക്കുമെന്ന രീതിയിൽ. എന്തായാലും അത് കണ്ട് അവൻ അവിടുന്ന് പോയി. ഈ കോഴിത്തരം കാണിക്കുന്ന ആണുങ്ങളെ ഒന്നും അവൾ ഒട്ടും അടുപ്പിക്കാറില്ലായിരുന്നു. മാത്രമല്ല പലപ്പോഴായിട്ട് ഞാൻ മരീചികയുടെ ഫ്ലാറ്റിലേക്ക് പോകാറുണ്ടായിരുന്നു. അവിടെ ഒരുപാടധികം ഫോട്ടോസ് ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളിലേക്കും അവൾ പോയിട്ട് അവിടെ നിന്ന് എടുത്ത ഫോട്ടോസ്. മാത്രമല്ല അവിടെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ അതാരാണെന്ന് ചോദിച്ചപ്പോൾ അവളുടെ അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞു. പക്ഷെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു കാർ അപകടത്തിൽ വെച്ച് അവർ രണ്ടുപേരും മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ മരീചിക ഒറ്റയ്ക്കാണ്. അപ്പൊ മരീചികയുടെ ഈ ഒരു കാര്യമെല്ലാം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. അതുകൊണ്ട് തന്നെ ഞാൻ അവളോട് ഒന്നുകൂടെ അടുത്തു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും ഫ്ലാറ്റിലിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരു ബ്രോക്കർ വന്നു. അയാൾ ഏതൊക്കെയോ ഫ്ലാറ്റ് അതുപോലെ തന്നെ ഹിൽ സ്റ്റേഷനിലുള്ള ഒരു പ്രോപ്പർട്ടി ഇതെല്ലാം വിൽക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മരീചിക പറഞ്ഞത്, ഈ ഫ്ലാറ്റ് വിൽക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ നോക്കേ വേണ്ട, നിങ്ങൾ ആ ഒരു ഹിൽ സ്റ്റേഷനിലെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ അത് മാത്രം ഒന്ന് വിറ്റ് തന്നാൽ മതി, തൽക്കാലം നിങ്ങളിപ്പോൾ പൊയ്ക്കോന്ന് പറയാണ്. പിന്നീട് ആ ബ്രോക്കർ പോയി കഴിഞ്ഞപ്പോൾ എന്താണ് കാര്യമെന്ന് ഞാൻ മരീചികയോട് ചോദിച്ചു. ആ സമയത്ത് മരീചിക പറഞ്ഞത് അവളുടെ അച്ഛനും അമ്മയും ഇന്ത്യയിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് വാങ്ങിയിട്ടിട്ടുണ്ട്, അതെല്ലാം വിറ്റ് അമേരിക്കയിൽ പോയിട്ട് സെറ്റിൽ ആവാനാണ് അവളുടെ പ്ലാൻ. അപ്പൊ നിങ്ങൾ ഇനി ഇന്ത്യയിലേക്ക് തിരിച്ചു വരില്ലേ എന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ മരീചിക പറയാണ്, അങ്ങനെയൊന്നുമല്ല, അതിനാണ് ഈ ഫ്ലാറ്റ് ഞാൻ വിൽക്കാതെ വെക്കുന്നത്. എന്റെ അച്ഛന്റെയും അമ്മയുടെയും ഓർമ്മയാണ് ഈ ഫ്ലാറ്റ്. ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ഞാൻ ഇന്ത്യയിലേക്ക് വരും, നിന്നെ കാണുകയും ചെയ്യും, അപ്പൊ താമസിക്കാനാണ് ഈ ഒരു ഫ്ലാറ്റ്. അങ്ങനെ മരീചിക ആ സമയത്ത് ഒരു കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ കേക്ക് കഴിച്ചപ്പോൾ ഒട്ടും അവൾക്ക് അത് ഇഷ്ടമായില്ല. അപ്പൊ ഞാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സഞ്ജു, അവന്റെ കടയിലെ കേക്ക് അടിപൊളിയാണ്, അത് പറഞ്ഞ് ഞാൻ അവളെ ആ ഒരു കഫേയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതായിരുന്നു എന്റെ ലൈഫിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഞങ്ങൾ രണ്ടുപേരും ആ ഒരു കടയിലേക്ക് പോയ പാട് തന്നെ സഞ്ജു ഈ മരീചികയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മാത്രമല്ല ഞങ്ങൾ അവിടെ പോയിരുന്നപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അവൻ സംസാരിക്കുകയാണ്, മേഡം കേക്കൊക്കെ എങ്ങനെ ഇഷ്ടമായോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇഷ്ടമായെങ്കിൽ കേക്ക് ഞങ്ങൾ വേണമെങ്കിൽ ഹോം ഡെലിവറി ചെയ്യാന്ന്
പറഞ്ഞിട്ട് അവരുടെ അഡ്രസ്സും ചോദിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ലക്ഷ്മി തന്നെ ഒന്ന് ഞെട്ടി പോകുന്നുണ്ട്. കാരണം അവന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി പല തവണ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഒരു തവണ പോലും അവൻ മര്യാദക്കൊന്നും നോക്കിയില്ല. പക്ഷേ ഈ മരീചിക വന്നപാട് അവൻ അവളെ തന്നെ ചുറ്റിപ്പറ്റി അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പോൾ കേക്കെല്ലാം റെഡിയായ സമയത്ത് ആ കേക്കുമായിട്ട് സഞ്ജു നേരിട്ട് മരീചികയുടെ വീട്ടിൽ ആ ഫ്ലാറ്റിലേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ അവിടെ എത്തി ആ ഒരു കേക്ക് കൊടുക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ അവൻ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ഇപ്പൊ മരീചിക പറയണ വേണ്ട വേണ്ട കാശ് ഞാൻ കൊണ്ടുതരാം. അങ്ങനെ അവൾ ഉള്ളിലേക്ക് പോയിട്ട് കാശ് കൊണ്ടേ കൊടുക്കുകയാണ്. എന്നാൽ അവിടുന്ന് പോവാതെ വീണ്ടും വീണ്ടും മരീചികയോട് സംസാരിക്കാൻ വേണ്ടി സഞ്ജു ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അത് മനസ്സിലാക്കിയ മരീചിക നൈസായിട്ട് തന്നെ അവൻ ഒഴിവാക്കുന്നുണ്ട്. പിന്നീട് അവൾ ആ ഒരു കേക്ക് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതേസമയം തന്നെ ലക്ഷ്മിയും വിളിക്കുന്നുണ്ട്. ഇപ്പൊ ലക്ഷ്മിയോട് പറയാണ് സഞ്ജുവിന്റെ കടയിൽ ആ ഒരു കേക്ക് അടിപൊളിയാണ്, മാത്രമല്ല നിന്റെ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ സഞ്ജു, അവനൊരു ഇത്തിരി കോഴിത്തരുണ്ട് അല്ലേ, എന്നോട് ചെറുതായിട്ടൊന്ന് ഫ്ലേട്ട് ചെയ്യാൻ വന്നു, ഞാൻ മൈൻഡ് ആക്കിയില്ല, അവൻ ഒഴിവാക്കി വിട്ടു എന്ന് പറയാണ്. എന്തായാലും ഇത് കേട്ടപ്പോൾ ലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുകയാണ്. എത്രയോ നാളായിട്ട് അവന്റെ പിറകാലം നടക്കുന്നുണ്ട്, അവനൊന്നും മൈൻഡ് ചെയ്തിട്ട് പോലും ഇല്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ലക്ഷ്മി ഇപ്പോൾ സഞ്ജുവിന്റെ കടയിലേക്ക് പോകണം. എന്നിട്ട് സഞ്ജുവിനോട് പറയണേ, എടാ എനിക്ക് എക്സാം ആണ്, അതുകൊണ്ട് അടുത്ത ഒരാഴ്ചത്തേക്ക് എന്നും കടയിലേക്ക് വരാൻ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കും ഹോം ഡെലിവറി വേണമെന്ന് പറയണം. അതിനെന്താ ഹോം ഡെലിവറി ചെയ്യാലോ ഡാ പയ്യ. ലക്ഷ്മി പറഞ്ഞതുപോലെ എന്നും അവൾക്ക് ഹോം ഡെലിവറി കൊടുക്കണം കേട്ടാ. ഇതും പറഞ്ഞ് സഞ്ജു അവിടുന്ന് പോവാണ്. ഇത് കേട്ടപ്പോൾ ലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവള് ചോദിച്ചാൽ അവളുടെ വീട്ടിലേക്ക് നീ തന്നെ കൊണ്ടുപോയി കൊടുക്കും, ഞാൻ ചോദിച്ചപ്പോൾ നിന്റെ കടയിലെ പണിക്കാരി വിടുന്നല്ലേ. എന്തായാലും ഇതേ നേരം തന്നെ സഞ്ജു ഈ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ ഫ്രണ്ട് ഇന്ന് വന്നില്ലേ, എന്നും നിന്റെ കൂടെ വരാറുണ്ടല്ലോ. അവൾ ഇന്ന് വന്നില്ല, അവളൊരു ആർട്ട് ഗ്യാലറിയിലാണെന്ന് പറയണം. ആർട്ട് ഗ്യാലറിയോ, ഏത് ആർട്ട് ഗ്യാലറി? അപ്പൊ അതിന്റെ ആ ഒരു ലൊക്കേഷനൊക്കെ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട പാടിനെ ബൈക്ക് എടുത്തുകൊണ്ട് ഈ സഞ്ജു നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ആ ആർട്ട് ഗ്യാലറിയിൽ വെച്ചിട്ട് ഇപ്പോ നമ്മുടെ മരീചികയെ കാണുന്നുണ്ട്. അതും യാദൃശികമായിട്ട് കാണുന്നത് പോലെ ചെറുതായിട്ട് അവനൊന്ന് അഭിനയിക്കും കൂടിയാണ്. ഇതേ സമയത്തിന് അവിടെ വരച്ചു വെച്ച ഒരു ചിത്രം കണ്ട് മരീചികയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ സഞ്ജു പറയണ ഇതിത്ര വലിയ വിഷയമൊന്നും ഇല്ലാന്നേ, സിമ്പിൾ ആണ്, ഇതിന്റെ ആശയം ദാ ഇതുപോലെയൊക്കെയാണെന്ന് തള്ളി മറിച്ചങ്ങോട്ട് കൊടുക്കുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ ആ ഷോപ്പിന്റെ ഓണർ അങ്ങോട്ടേക്ക് വന്നിട്ട് അവിടുത്തെ സെയിൽസ്മാന് ചീത്ത പറയണം, നീ എന്താണ് ഈ ചിത്രം തിരിച്ചു വെച്ചിനെ, ഇത് നേർക്ക് വെച്ചൂടെ എന്ന് പറഞ്ഞിട്ട് ആ ചിത്രം നേർക്ക് വെക്കുകയാണ്. ഇത് കണ്ടപാടിന് മരീചികയ്ക്ക് ഇവൻ പറഞ്ഞത് മുഴുവൻ നുണയാണ്, തള്ളാണെന്ന് മനസ്സിലായി. അവൾക്ക് നന്നായിട്ട് ചിരി വരുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം ഫ്ലാറ്റിലേക്ക് അവളെ ഡ്രോപ്പ് ചെയ്യാന്ന് സഞ്ജു പറയണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മരീചിക അവന്റെ കൂടെ പോകുന്നുണ്ട്. ഫ്ലാറ്റിലെത്തിയപ്പോൾ അവിടെ ഇറക്കി കൊടുക്കുകയാണ്. പിന്നെയും ചെറുതായിട്ട് കോഴിത്തരം പുറത്തേക്ക് എടുക്കാൻ നേരത്ത് മരീചിക പറയണം, ഇപ്പം നേരല്ല, നീ തൽക്കാലം പൊയ്ക്കാന്ന് പറയണം. എന്തായാലും ഇവർ ഈ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നതൊക്കെ മുകളിലുണ്ടായിരുന്ന ലക്ഷ്മി കാണുകയാണ്. അവൾക്ക് സത്യം പറഞ്ഞാൽ ഇത് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നീട് മരീചിക ഫ്ലാറ്റിന്റെ അടുത്തേക്ക് വന്നപ്പോൾ അതിന്റെ പുറത്ത് തന്നെ ലക്ഷ്മി നിൽക്കുകയാണ്. അല്ല നീ എന്താ ഉള്ളിലേക്ക് കയറാത്തത്, താക്കോലില്ലാതെ ഞാനെങ്ങനെ ഉള്ളിലേക്ക് കയറുമെന്ന് പറഞ്ഞപ്പോൾ മരീചിക്ക് പറയണം, താക്കോലിതാ ഈ കാണുന്ന കബോർഡ് ഉണ്ടല്ലോ, ഇവിടെ എപ്പോഴും ഞാൻ വെക്കും, നീ എപ്പോൾ ഇവിടെ വന്നാലും താക്കോലെടുത്ത് ഇതിന്റെ ഉള്ളിലേക്ക് നിനക്ക് കയറാം. അങ്ങനെ രണ്ടുപേരും കൂടെ ഫ്ലാറ്റിന്റെ ഉള്ളിലേക്ക് പോകണം. മാത്രമല്ല ഈ മരീചികയുടെ പിന്നാലെ സഞ്ജു ഇങ്ങനെ ഈ നടക്കുന്ന കാര്യമൊക്കെ അവള് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴെല്ലാം ലക്ഷ്മിയുടെ ഉള്ളിൽ കിടന്ന് പെട്ടക്കിയാണ്. മാത്രമല്ല മരീചിക കാണാതെ കരയുന്നുമുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ മരീചിക അവളുടെ പ്രോപ്പർട്ടി വിൽക്കുന്നതിന്റെ ആവശ്യമായിട്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാണ്. എന്നാൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബ്രോക്കർ വന്നിട്ട് പറയണ, എന്റെ പൊന്നു മേഡം ഒന്നും നടക്കില്ല, ഒരു 20,000 രൂപയെങ്കിലും ഓരോ ടേബിളിലും കൊടുക്കേണ്ടി വരും. അപ്പൊ മരീചിക ചോദിച്ചു, ഇത് എന്താ ഈ പറയുന്ന 20,000 രൂപയോ, ഇതിനെന്താ ഒരു വിലയും ഇല്ലേ? അത് പിന്നെ മേഡം ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്നും ആ ഒരു കാശ് മേടിക്കാൻ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് സഞ്ജു വരികയാണ്. എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ബ്രോക്കർ കിടന്ന് ചെറുതായിട്ടൊന്ന് പരുങ്ങാൻ തുടങ്ങുകയാണ്. പിന്നീട് സഞ്ജു കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ മരീചിക എല്ലാം പറയാണ്, 20,000 രൂപ ചെലവാകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പത്തിന് ബ്രോക്കറോട് സഞ്ജു ഒരു കാര്യം പറയുന്നുണ്ട്, നീ ഉള്ളിലേക്ക് പോ, എന്റെ അച്ഛന്റെ പേര് പറഞ്ഞാൽ മതി, ഒരു പൈസ കൊടുക്കാതെ സാധനം കിട്ടുമെന്ന് പറയണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ബ്രോക്കർ നേരെ ഉള്ളിലേക്ക് പോവാണ്. ഇത് കണ്ട സമയത്ത് ശരിക്കും മരീചികൻ ഞെട്ടിപ്പോയിട്ടോ. അതായത് സഞ്ജുവിന് അത്യാവശ്യം ഇൻഫ്ലുവൻസ് ഉള്ള ഹോൾഡുള്ള ആളാണെന്ന് മനസ്സിലായി. എന്തായാലും അവിടെ വെച്ച് മരീചിക കുറച്ചു നേരം സഞ്ജുവിനോട് സംസാരിക്കുകയാണ്. മാത്രമല്ല പല സ്ഥലത്തും വെച്ച് മരീചികയെ കാണിക്കാൻ വേണ്ടി സഞ്ജു ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട്, ചെറിയ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ മരീചികയ്ക്ക് ഭയങ്കര ചിരിയും വരികയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പോയിട്ട് ലക്ഷ്മിയോടും പറയുന്നുണ്ട്. അതായത് അവൻ ആളൊരു കോഴിയാണെങ്കിലും ഒരു രസികൻ കൂടിയാണ്. അതായത് മരീചിക അറിയാതെ തന്നെ അവൾ ഇപ്പൊ സഞ്ജുവിനെ പ്രേമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത് മനസ്സിലാക്കിയ ലക്ഷ്മിയാണെങ്കിൽ എന്നും മുഖം വെച്ചിട്ട് അവള് കാണാതെ തന്നെ കരയുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം മരീചികയും സഞ്ജുവും തമ്മിൽ ഒന്നുകൂടെ അടുക്കുകയാണ്. ഒറ്റയ്ക്ക് യാത്ര പോകുന്നുണ്ട്, ഒരുപാട് സമയം ഒരുമിച്ച് ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം മരീചിക സഞ്ജുവിനെ വിളിച്ചിട്ട് പറയണ, എടാ ലക്ഷ്മി ഉണ്ടല്ലോ, അവള് ഇന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൾ കുറച്ച് കാശെല്ലാം എടുത്തു വെച്ചിട്ട് ഒരു സ്കൂട്ടി വാങ്ങണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, അപ്പൊ നീ എന്റെ കൂടെ ഒന്ന് വരുമോ, നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് അവൾക്ക് നല്ലൊരു സ്കൂട്ടി എടുത്തു കൊടുക്കാം. അപ്പൊ തന്നെ ഓക്കെ പറയാണ് സഞ്ജു. എന്തായാലും നീ വരുമല്ലോ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് അവൾക്ക് നല്ലൊരെണ്ണം വാങ്ങിച്ചു കൊടുക്കാന്ന് പറയണം. അങ്ങനെ ഇവർ രണ്ടുപേരും ലക്ഷ്മിയുടെ കൂടെ പോകുന്നുണ്ട്. അവൾക്ക്
ഇഷ്ടപ്പെട്ടവരാണ് മേടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെ ആ ഒരു പ്രണയം സെറ്റായി എന്ന് ലക്ഷ്മി വിചാരിക്കുന്നില്ല കേട്ടോ. അവള് വിചാരിക്കുന്നത് എന്തായാലും വാലന്റൈൻസ് ഡേ വരുന്നുണ്ടല്ലോ, അന്ന് അവനോട് ഇഷ്ടം പോയി പറയാന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഒരു ബൊക്കെയെല്ലാം മേടിച്ച് അവനെ കാണാനായിട്ട് ലക്ഷ്മി പോകുന്ന സമയത്ത് ലക്ഷ്മി നെഞ്ചു പൊട്ടുന്ന ആ കാഴ്ച കാണുകയാണ്. നമ്മുടെ മരീചികയ്ക്ക് ഒരു പൂവെല്ലാം കൊടുത്ത് സഞ്ജു പ്രപ്പോസ് ചെയ്യുന്ന കാര്യം. അവൻ പ്രപ്പോസ് ചെയ്തതിനു ശേഷം ആ ഒരു പൂവ് മേടിച്ച് ചിരിച്ചുകൊണ്ട് പോകുന്ന മരീചികയും അവൾ കാണുന്നുണ്ട്. അതായത് അവരുടെ ഇടയിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആയെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ബൊക്ക അത് അവള് പോലും അറിയാതെ താഴേക്ക് വീണു പോവുകയാണ്. അതുപോലെ തന്നെ വേറൊരു ദിവസം ഈ സഞ്ജു അതുപോലെ തന്നെ മരീചികയും കൂടിയിട്ട് അവരുടെ ഷോപ്പിലെ ഒരു റൂമിൽ പോയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആ നേരത്ത് ഈ സഞ്ജുവിന്റെ കുറച്ച് കൂട്ടുകാർ വന്നിട്ട് അവനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ സഞ്ജുവിന്റെ ആ ഒരു കൂട്ടുകാർ പറയണത്, സഞ്ജു എന്ത് കിട്ടിയാലും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്, ഇതെന്താടാ പുതിയൊരു പെണ്ണിനെ കിട്ടിയപ്പോൾ മാത്രം നമ്മളൊന്ന് അവോയ്ഡ് ചെയ്യുന്നത്, നമ്മുടെ കൂടെ ഒന്നും വരുന്നുമില്ല, ഫുൾ ടൈം അവളുടെ കൂടെയാണല്ലോ, എന്താടാ നമുക്കും കൂടെ ഷെയർ ചെയ്യടാ എന്ന് തോന്നിവാസം പറയുന്നുണ്ട്. അപ്പൊ തന്നെ ദേഷ്യം വന്ന സഞ്ജു അവന്റെ മുഖത്ത് നോക്കി ഒരൊറ്റ അടി കൊടുക്കുകയാണ്. തോന്നിവാസം പറയാൻ നിൽക്കരുത്, ഒരെണ്ണത്തിനെ പോലും ഇവിടെ കാണാൻ പാടില്ല, ഇപ്പം ഇറങ്ങിക്കോണെന്ന് പറയണം. എന്നാൽ അവരും തിരിച്ച് ചൂടാവുന്നുണ്ട്. എന്താടാ ഇപ്പം മാത്രമായിട്ട് ഒരു മാറ്റം, നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചൂടാകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ബഹളം കേട്ട് മരീചിക വരികയാണ്. എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരീചിക പറയണം, വെറുതെ കൂട്ടുകാരോട് ഇങ്ങനെ തല്ലും പിടി ഉണ്ടാക്കില്ലേ വാന്ന് പറഞ്ഞിട്ട് അവനെ ഒന്ന് കൂളാക്കിയിട്ട് റൂമിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞു പോയി. ഒരു ദിവസം ഷോപ്പിലേക്ക് വന്ന സഞ്ജു കാണുന്നത് അവന്റെ ആ ഒരു വെട്ടക്ക കൂട്ടുകാരുണ്ടല്ലോ അവരുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മരീചികയാണ്. മരീചിക ആ കൂട്ടത്തിൽ ഒരുത്തിനോട് പറയുന്നുണ്ട്, എടാ ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവന്റെ കൈ പിടിച്ച് സംസാരിക്കുകയാണ്. ഇത് കണ്ട് അങ്ങോട്ടേക്ക് വന്ന സഞ്ജുവിന് ഇതൊട്ടും ഇഷ്ടമില്ല. അവനിപ്പോ മരീചികയോട് ചൂടാവുകയാണ്. നിന്നെക്കുറിച്ച് തോന്നിവാസം പറഞ്ഞ ഇവരുടെ കൂടെ നിന്നാണോ നീ സംസാരിക്കുന്നത്? എന്നാൽ മരീചിക പറയാണ്, അല്ല സഞ്ജു നീ എന്താ ഇത്ര സില്ലി ആയിട്ട് സംസാരിക്കുന്നത്? ഞാൻ ഒരു ഹെൽപ്പ് ചോദിച്ചപ്പോ അവൻ എന്നെ ഹെൽപ്പ് ചെയ്തു, എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതവൻ എനിക്ക് തന്നു, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നന്ദി പറഞ്ഞെന്ന് പറയാണ്. ഇപ്പൊ സഞ്ജു ചോദിക്കുകയാണ്, ഓ നന്ദി പറയുമ്പോൾ കൈയും കാലൊക്കെ പിടിച്ച് പറയണോ? അവന്റെ ആ ഒരു വർത്താനം കേട്ട മരീചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അവള് പറയണ, ഇത്ര ചീപ്പായിട്ട് സംസാരിക്കരുത് കേട്ടോ. എന്നാൽ സഞ്ജുവിനും ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, ആ ചീപ്പ് ഞാനല്ല നീയാണ്, അമേരിക്കയിൽ നിന്ന് വന്നതല്ലേ, ആ സംസ്കാരം നിനക്ക് ഉണ്ടാവുള്ളൂ. ഇവന്റെ ഈ ഒരു വർത്താനം കൂടെ കേട്ട സമയത്ത് മരീചിക്ക് പറയണം, ഓ നിന്നെയാണല്ലോ ഞാൻ പ്രേമിച്ചത്, ഇനി നമുക്കിടയിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായി ദേഷ്യപ്പെട്ട് അവൾ അവിടുന്ന് പോവാണ്. ഇതിനുശേഷം സഞ്ജു ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആ ടെൻഷൻ നമ്മുടെ ലക്ഷ്മിക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഈ സഞ്ജുവിനെ അവൾ അത്രയും ആത്മാർത്ഥമായിട്ട് പ്രേമിച്ചായിരുന്നല്ലോ. അപ്പൊ എന്തായാലും അവന്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പൊ ലക്ഷ്മി ചെന്ന് മരീചികയോട് സംസാരിക്കാനും മാത്രമല്ല സഞ്ജുവിനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവരെ വീണ്ടും പഴയതുപോലെ തന്നെ ഒന്നിപ്പിക്കുകയാണ്. എന്തായാലും വല്ലാത്തൊരു ത്യാഗം തന്നെ. അങ്ങനെ ഒരു ദിവസം ഈ മരീചികയും സഞ്ജുവും കൂടെ ഒരു കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് മരീചിക സഞ്ജുവിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അവരുടെ കൂടെ തന്നെ ലക്ഷ്മി ഉണ്ടായിരുന്നു. ലക്ഷ്മിക്ക് ഇത് കേട്ട് വീണ്ടും നെഞ്ചു പൊട്ടുകയാണ്. എന്തായാലും മരീചിക ഇങ്ങനെ ചോദിച്ചപ്പോൾ സഞ്ജു ചോദിക്കാണ്, അല്ല അതിന് നിനക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഇപ്പൊ മരീചിക പറയാണ്, ആ നിന്നെ കുറിച്ച് അത്യാവശ്യമൊക്കെ എനിക്കറിയാം, നിന്റെ പേര് സഞ്ജയ്, നിന്റെ അച്ഛൻ ഒരു പൊളിറ്റീഷ്യനാണ്, നല്ല സാമ്പത്തിക ശേഷിയുണ്ട്, എന്നാൽ അച്ഛന്റെ ആ ഒരു തണലിൽ വളരണ്ട എന്ന് കരുതിയിട്ട് നീ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്ത് ഒറ്റക്കാലിൽ നിന്ന് കാണിച്ചു കൊടുക്കുകയാണ്. നിന്റെ ആ ഒരു തന്റെ ഇടം അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്, അതുകൊണ്ട് തന്നെയാണ് നിന്നെ കല്യാണം കഴിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചതും. എന്തായാലും സഞ്ജു സമ്മതം മൂളുകയാണ്. അധികം വൈകാതെ തന്നെ ഇവരുടെ കല്യാണവും നടക്കുന്നുണ്ട്. എന്നാൽ ഇതിനു ശേഷമാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. ഒരു ദിവസം ഈ മരീചികയുടെ ഫ്ലാറ്റിലേക്ക് നമ്മുടെ ലക്ഷ്മി പോയി. എപ്പോഴത്തെയും പോലെ തന്നെ പുറത്തെ ആ ഒരു കബോർഡിൽ താക്കോല് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് താക്കോലെടുത്ത് അവൾ ഉള്ളിലേക്ക് കയറാൻ നോക്കുമ്പോൾ അവിടെ താക്കോല് കാണുന്നില്ല. വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡിനോട് മരീചിക എവിടെ പോയെന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ആ ഒരു സെക്യൂരിറ്റി ഗാർഡ് പറയണ, ആ മേഡം ഇന്നലെ തന്നെ പോയല്ലോ. അപ്പൊ താക്കോൽ ആരുടെ കയ്യിലാന്ന് ചോദിച്ചപ്പോൾ താക്കോൽ അവർ ഓണറുടെ കയ്യിൽ കൊടുത്തല്ലോ. ഓണറുടെ കയ്യിലോ? അപ്പൊ ഇത് മരീചികയുടെ ഫ്ലാറ്റില്? ഏയ് അവരിവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. എന്തൊക്കെയോ ചില പന്തികേടുകൾ തോന്നിയ ലക്ഷ്മി എനിക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ആ വേണമെങ്കിൽ നമുക്കൊന്ന് കയറാന്ന് പറഞ്ഞിട്ട് ഫ്ലാറ്റിന്റെ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ അന്ന് ഇവിടെ കണ്ട ഫോട്ടോസ് ഒന്നും ഇവിടെ ഇല്ല. മാത്രമല്ല മരീചിക അച്ഛനാണ് അമ്മയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തായിരുന്നല്ലോ, ആ ഫോട്ടോ മാത്രമേ ഇപ്പൊ അവിടെയുള്ളൂ. ഇത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് ഈ ഫ്ലാറ്റിന്റെ ഓണർ ഉണ്ടല്ലോ റെഡ്ഡി, അയാളുടെ അച്ഛനും അമ്മയാണ്. ഇപ്പൊ ഏകദേശം കാര്യങ്ങൾ ലക്ഷ്മിക്ക് ബോധ്യായി. അതായത് മരീചിക ഒരു ഫ്രോഡാണ്, എന്തൊക്കെയോ ചില പ്ലാനുകൾ അവൾക്കുണ്ട് എന്ന് മനസ്സിലായി. അതേ നേരം അവിടുത്തെ ആ ഒരു ടേബിൾ ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടായിരുന്നു. അന്ന് ആ ബ്രോക്കർ വന്നപ്പോൾ അയാൾ വെച്ചിട്ട് പോയതാണ്. ഇപ്പൊ മരീചികയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ആ കാർഡിലെ നമ്പറിലേക്ക് ഇപ്പൊ ലക്ഷ്മി വിളിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു ബ്രോക്കർ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ ഇപ്പൊ ഫോൺ എടുക്കുന്നുണ്ട്. മാത്രമല്ല മദ്യത്തിന്റെ ലഹരിയിൽ അയാൾ എന്തൊക്കെയോ പറയണത്, മാഡം നിങ്ങൾ അന്ന് പറഞ്ഞതുപോലെ അവിടെ വന്നിട്ട് നന്നായിട്ട് അഭിനയിച്ച് തന്നിട്ടുണ്ട്, അന്ന് എനിക്ക് 3000 കിട്ടിയുള്ളൂ, ഇനി ഇതുപോലെയുള്ള ചീറ്റിംഗ് പരിപാടികൾ ചെയ്യുന്ന സമയത്ത് 10,000 രൂപ തികച്ച് കിട്ടാതെ ഞാൻ വരില്ല എന്ന് പറയണം. അപ്പൊ തന്നെ ലക്ഷ്മി ഫോൺ കിട്ടിയുന്നുണ്ട്. അവൾ ആകെ പേടിച്ചു പോണ്. അവൾക്ക് ഉറപ്പായി ഈ ഒരു മരീചിക ഒരു ഫ്രോഡാണെന്ന്. വേഗം തന്നെ മരീചിക ഈ ഒരു കാര്യം വിളിച്ച്
സഞ്ജുവിനോട് പറയുന്നുണ്ട് അവൾ മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും. ഇത് കേട്ടപ്പോൾ സഞ്ജുവിനും ചെറിയൊരു പേടി തോന്നുന്നുണ്ട്. അതേ നേരം തന്നെ അവന്റെ പിന്നിലൂടെ വന്ന ഈ മരീചിക അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. വാ, ഉള്ളിലേക്ക് വാ, ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയണം. നമ്മൾ എന്തായാലും ഹണിമൂണിന് പോകാന്നൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇന്ന് വൈകുന്നേരം 3 മണിക്കാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് എന്ന ചെറിയൊരു പേടിയോട് കൂടിയിട്ട് സഞ്ജു ചോദിക്കുന്നുണ്ട്, ഇന്ന് തന്നെ പോകണോ? നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഇന്ന് തന്നെ പോകണം. നീ എന്തായാലും പോയിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആവുമെന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ ലക്ഷ്മിക്ക് മനസ്സിലായി സഞ്ജു വലിയൊരു അപകടത്തിലാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ഇപ്പോൾ സഞ്ജുവിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ അപ്പോഴേക്കും മരീചിക സഞ്ജുവിനെയും കൂട്ടിയിട്ട് ഹണിമൂൺ ട്രിപ്പിന് പോകാനായിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. എന്നാൽ അവർ പോകുന്ന വഴിക്ക് അവരുടെ ചുറ്റും സഞ്ജുവിന്റെ ആ 4 കൂട്ടുകാരുണ്ടല്ലോ, അവര് വരുന്നുണ്ട്. മാത്രമല്ല അവർ കാറിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ബൈക്ക് നിർത്തുകയാണ്. ആ ബൈക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവരെന്തൊക്കെയോ ചില അനാവശ്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ മരീചിക്കും അതുപോലെ തന്നെ സഞ്ജുവും പുറത്തേക്ക് ഇറങ്ങിയാണ്. മരീചിക്ക് ഇത് കണ്ട് ദേഷ്യം വരുന്നുണ്ട്. സഞ്ജു, അവന്മാര് പറയുന്നത് കേട്ടില്ലേ, ഞാൻ തന്നെ അവന്മാർക്ക് പോയിട്ട് 2 കൊടുക്കാന്ന് പറഞ്ഞിട്ട് മരീചിക്ക് നേരെ അവന്മാരുടെ അടുത്തേക്ക് പോവാണ്. എന്നാൽ അവിടെ എത്തിയ മരീചിക അവരുടെ കൂടെ നിന്ന് ഒരു വല്ലാത്ത ചിരി സഞ്ജുവിനെ നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് സഞ്ജുവിനോട് പറയണം, സഞ്ജു, നീ എല്ലാ രഹസ്യവും മനസ്സിലാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഉള്ള കാര്യം ഞാൻ വെട്ടി തുറന്ന് പറയാം. ഞാൻ ഫ്രോഡാണ്, പക്കാ ഫ്രോഡാണ്. നീ ഒരു കഫയും വെച്ച് ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കുന്നുണ്ടെങ്കിലും നിന്റെ പേരിൽ 100 കോടിയുടെ ആസ്തി ഉണ്ടെന്ന് എനിക്കറിയാം. അത് മുഴുവൻ എനിക്ക് വേണം. നീ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ തരുന്ന ഈ പേപ്പറിൽ ഒന്ന് സൈൻ ചെയ്താൽ മതി എന്ന് പറയണം. അങ്ങനെ സഞ്ജുവിന്റെ കൂട്ടുകാരന്റെ കയ്യിൽ ആ പേപ്പറും കൊടുത്ത് മരീചിക അത് അവനെ കൊണ്ട് ഒപ്പിടിച്ച് മേടിക്കാൻ പറയണം. എന്നാൽ സഞ്ജു വെറുതെ ഇരിക്കോ, നല്ല ചവിട്ടാണ്. എന്നാൽ ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന ഈ മരീചിക അവന്റെ മുഖത്തേക്ക് പെപ്പർ സ്പ്രേ അടിക്കുകയാണ്. അതിൽ അവന് കണ്ണും കാണാൻ കഴിയുന്നില്ല, ശ്വാസം എടുക്കാനും കഴിയുന്നില്ല. ഈ നേരത്ത് ഒരു ഹോക്കി സ്റ്റിക്ക് വെച്ച് അവന്റെ തലക്കിട്ട് ഒരൊറ്റ അടി അടിക്കുകയാണ്. ആ അടിയിൽ അവൻ നിലത്ത് ചെന്ന് വീണ് അവന്റെ തലയിടിച്ച് രക്തം വരികയാണ്. ഈ ഒരു കാര്യം അവിടേക്ക് എത്തിയ നമ്മുടെ ലക്ഷ്മി മരത്തിന്റെ പിറകിൽ മറഞ്ഞിരുന്നുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു. അവൾ ആകെ ഞെട്ടിപ്പോയി. എന്തായാലും സഞ്ജു മരിച്ചു എന്ന് മനസ്സിലായപ്പോൾ ഈ ഒരു മരീചികയും അതുപോലെ തന്നെ ആ 4 പേരും ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവര് പോയപാട് തന്നെ ലക്ഷ്മി വന്ന് നോക്കുമ്പോൾ രക്തമെല്ലാം പോയിട്ട് നമ്മുടെ സഞ്ജു മരിച്ചു കിടക്കുകയാണ്. അവനെ മടിയിൽ വെച്ച് അവൾ കുറെ നേരം കരഞ്ഞു. ഇതിനുശേഷമാണ് സ്റ്റേഷനിലേക്ക് അവൾ ഓടി വന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ മുഴുവനും SI അഞ്ജി ബാബുവിനോട് അവൾ പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപാട് തന്നെ ബാബുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഏതാണ് ഈ അമേരിക്കക്കാരി? അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ട് ഒരു പാവം ചെറുപ്പക്കാരനെ പറ്റിച്ച് കടന്നു കളയാന്ന് കരുതിയോ? അവളെ ഞാൻ പൂട്ടും, ഉറപ്പായിട്ടും പൂട്ടും. എന്നാൽ ഈ സമയത്താണ് ഒരു കോൺസ്റ്റബിളിനെ സഞ്ജുവിനെ കുറിച്ചും അവന്റെ ആ ഒരു കഫയെക്കുറിച്ചും അന്വേഷിക്കാൻ വിട്ടിരുന്നല്ലോ, അയാൾ തിരിച്ചു വരുന്നത്. മാത്രല്ല അയാളുടെ കൂടെ സഞ്ജു ഉണ്ട്. ഇത് കണ്ട SI അഞ്ജു ബാബുവിനൊന്നും മനസ്സിലാവുന്നില്ല. ഇയാൾ ചോദിക്കാണ്, നീയല്ലേ മരിച്ചു എന്ന് പറഞ്ഞത്, പിന്നെ എങ്ങനെ ഇവിടെ വന്നത്? അല്ല സാറേ, സാർ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് സഞ്ജു ചോദിക്കുകയാണ്. അല്ല, ഈ മരീചിക എന്ന പേരുള്ള ഒരു പെണ്ണ് നിന്നെ തല്ലിക്കൊന്നു, നിന്റെ കൂട്ടുകാർ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് ഞെട്ടിപ്പോയ സഞ്ജു പറയണ്, മരീചികയോ? അതാരാണ്? എന്റെ കൂട്ടുകാർ ചേർന്ന് എന്നെ കൊല്ലാൻ നോക്കിയെന്നോ? എന്റെ കൂട്ടുകാരല്ലേ ഇതാ എന്റെ കൂടെ ഇപ്പൊ നിൽക്കുന്നത്. ഈ സമയത്ത് അഞ്ജു ബാബുവിന് ഒരുമാതിരി തലചൊറിയാണ്. ഇതെന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അല്ല, ഈ ഇരിക്കുന്ന പെണ്ണേതാ? ഈ പെണ്ണാ പറഞ്ഞത് നിന്നെ ഈ മരീചിക എന്ന് പറഞ്ഞ പേരുള്ള ഒരു പെണ്ണ് കൊന്നൂന്ന്. ഇതേ സമയത്ത് തന്നെ അവിടെ ആ ഒരു കസാരയിൽ ഇരിക്കുന്ന ലക്ഷ്മി ഇപ്പോ സഞ്ജുവിനെ നോക്കുന്നുണ്ട്. സഞ്ജുവിനെ നോക്കിയിട്ട് പറയണ്, ഇവൻ എന്റെ സഞ്ജു ഒന്നുമല്ല, സത്യം പറയടാ, നീയൊക്കെ ആരാണ്? നീയെല്ലാം കൂടി എന്റെ സഞ്ജുവിനെ എന്താ കാണിച്ചത്? ഇതും പറഞ്ഞ് അവന്റെ കോളർ പിടിക്കാൻ നിൽക്കുകയാണ്. സംഗതി ആകെ വഷളാവും എന്ന് കണ്ടപ്പോൾ വേഗം തന്നെ ലേഡി കോൺസ്റ്റബിൾസ് വന്നിട്ട് അവൾ അവിടുന്ന് പിടിച്ചു മാറ്റി കൊണ്ടുപോവാണ്. ഈ ലേഡി കോൺസ്റ്റബിൾസ് ഉണ്ടല്ലോ, അവർ നമ്മുടെ ലക്ഷ്മിയെ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഏകദേശം നമ്മുടെ അഞ്ജു ബാബുവിന് ഒരു കാര്യം മനസ്സിലായി, ഇവൾക്ക് എന്തോ ചെറിയ പ്രശ്നം ഉണ്ട് എന്ന്. അതുപോലെ തന്നെ സഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ ഒരു പെൺകുട്ടി അറിയുമെന്ന്. സഞ്ജു പറയണ, എനിക്കറിയാം, പലതവണ എന്റെ കഫേയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലക്ഷ്മിക്ക് എന്നോടൊരു പ്രണയം ഉണ്ടായിരുന്നു. എന്നോട് അവൾ തുറന്നു പറഞ്ഞു ഒരു വാലന്റൈൻസ് ഡേയിൽ. പക്ഷേ ആ ഒരു ബന്ധത്തിൽ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ലക്ഷ്മിയോട് സംസാരിച്ചു. എനിക്ക് താല്പര്യമില്ല. ഞാനും നീയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നമ്മുടെ കാസ്റ്റ് വെച്ച് നോക്കുമ്പോഴും. അതുപോലെ തന്നെ നിന്റെ ഈ ഒരു രൂപമൊക്കെ കണ്ടില്ലേ, ഒരു പഴഞ്ചൻ ഗ്രാമീണ പെൺകുട്ടിയുടെ കോലമാണ് നിനക്ക്. ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു മോഡേൺ ലുക്കുള്ള ഒരു പെൺകുട്ടിയാണ്. അങ്ങനെയൊക്കെ ഞാൻ അവളോട് പറഞ്ഞായിരുന്നു. ഈ സമയത്ത് SI ആയിട്ടുള്ള അഞ്ജി ബാബു ചോദിക്കാണ്, അല്ല, ഈ മരീചിക അപ്പൊ ആരാണ്? അവളും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? മരീചികയോ? അതാരാ? സഞ്ജുവിന് അതാരാണെന്ന് പോലും അറിയില്ല. അതായത് ലക്ഷ്മി പറഞ്ഞ കഥയിൽ മരീചിക എന്നൊരു പെൺകുട്ടിയുമായിട്ട് സഞ്ജു ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. അപ്പൊ അവരൊന്നിച്ച് അന്ന് സ്കൂട്ടി എടുക്കാൻ പോയില്ലേ അന്ന്, അതുപോലെ തന്നെ ആ ഒരു വാലന്റൈൻസ് ഡേ അന്ന് ഈ മരീചിക സഞ്ജുവിനോട് പ്രപ്പോസ് ചെയ്യുന്ന ആ ഒരു കാര്യമൊക്കെ ഉണ്ടല്ലോ. സോ അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ എന്ന് SI ചോദിക്കുമ്പോൾ, എന്റെ പൊന്നു സാറെ, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സ്കൂട്ടി എടുക്കാൻ പോയത് ഞാനും അവള് മാത്രമാണ്, അല്ലാതെ അവൾ ഈ പറയുന്നത് പോലെ മരീചികയൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല SI സാറേ, ആരാണ് ഈ മരീചിക? എനിക്കറിയില്ല. ഇതേ നേരം തന്നെ ആ ലേഡി കോൺസ്റ്റബിൾ വന്നിട്ട് പറയണം, സാറേ, ആ പെണ്ണ് ഒരുമാതിരി ഒരു ചിരിയെല്ലാം ചിരിക്കുന്നുണ്ട്. ഇവര് ചെന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു വട്ടായ അവസ്ഥയിൽ തന്നെയാണ് അവൾ ഇരിക്കുന്നത്. അങ്ങനെ ഈ ലക്ഷ്മിയുടെ അമ്മയും അച്ഛനെയും വിളിച്ചു വരുത്തുന്നുണ്ട്. പിന്നീട് സഞ്ജു അതുപോലെ
അതുപോലെ തന്നെ അഞ്ജയ് ബാബു ഇവർ 4 പേരും ചേർന്ന് ലക്ഷ്മിയെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഡോക്ടർ അവളുമായിട്ട് കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുകയാണ്. ഇതിനുശേഷം ഡോക്ടർ വന്നിട്ട് ഇവരോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്തും ഒരു സ്വബോധമില്ലാതെ അവൾ അപ്പുറത്ത് കിടന്ന് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഡോക്ടർ ഇപ്പൊ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മരീചിക എന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ്. അവൾ പറഞ്ഞ ആ ഒരു കഥയിൽ ആ ഒരു പെൺകുട്ടി ശരിക്കൊന്നുമില്ല. ഇതിനെല്ലാത്തിനും കാരണം ലക്ഷ്മിക്ക് ഈ സഞ്ജുവിനോടുണ്ടായ ആ ഒരു പ്രണയമാണ്. എന്തിന്റെ പേരിലാണ് സഞ്ജു അവളെ റിജക്ട് ചെയ്തത്? അവൾക്ക് സൗന്ദര്യമില്ല, കയ്യിൽ കാശില്ല, അവളുടെ ജാതി വേറെയാണ്, അതുപോലെ തന്നെ സ്റ്റാറ്റസ് വേറെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പൊ ആ ഒരു വിഷമം അവളുടെ മനസ്സിൽ വല്ലാതെ തട്ടി അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പെൺകുട്ടിയെ അവൾ തന്നെ ഇമാജിൻ ചെയ്തെടുത്തു. അതായത് മരീചിക എന്ന ആ ഒരു പെൺകുട്ടിയെ. എന്നിട്ട് ആ മരീചികയെ സഞ്ജു സ്നേഹിക്കുന്നത് പോലെ അവൾ സ്വയം അങ്ങ് സങ്കല്പിക്കുകയാണ്. ഈ സമയത്ത് അഞ്ജയ് ബാബു ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അല്ല ഡോക്ടറെ, കാര്യങ്ങളൊക്കെ നല്ല രീതിയിലല്ലേ പോകുന്നത്, പിന്നെ എന്തിനാണ് ഈ ലക്ഷ്മി വന്നിട്ട് മരീചിക സഞ്ജുവിനെ കൊന്നു എന്നൊക്കെ പറയുന്നത്? അപ്പോഴാണ് ഡോക്ടർ അടുത്ത കാര്യം പറയുന്നത്. ഇവിടെയാണ് പ്രധാന പ്രശ്നം. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, ലക്ഷ്മിക്ക് സഞ്ജുവിനോടുള്ള ആ ഒരു ഇഷ്ടം ഒരിക്കലും പോവില്ല. അതുകൊണ്ട് തന്നെ അവൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആ ഒരു ഇമാജിനറി ക്യാരക്ടർ, അതായത് മരീചിക, അവളെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആക്കിയിട്ട് ലക്ഷ്മി മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ സങ്കല്പത്തിലൂടെ ഈ മരീചിക സഞ്ജുവിനെ കൊന്നു എന്നൊക്കെ അവൾ വിചാരിക്കുകയാണ്. അപ്പൊ എല്ലാത്തിന്റെയും ആ ഒരു കാരണം എന്ന് പറയുന്നത് ലക്ഷ്മിക്ക് സഞ്ജുവിനോടുള്ള ഒരു അടങ്ങാത്ത പ്രണയമാണ്. അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സഞ്ജുവിനും എന്തോ പോലെ ആവുകയാണ്. ഈ ഒരു പെൺകുട്ടി എന്നെ ഇത്രത്തോളം പ്രണയിച്ചിരുന്നോ? വെറുതെ കാശ്, സമ്പത്ത്, സൗന്ദര്യം, ഇതിന്റെ പേരിലൊക്കെ ഞാൻ എന്തിനാണ് ഇവളെ റിജക്ട് ചെയ്യുന്നത്? ഇപ്പൊ സഞ്ജു ലക്ഷ്മിയുടെ അമ്മയും അച്ഛനെയും വിളിച്ചുകൊണ്ടായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇതുപോലെ ഒരു പെൺകുട്ടിയെ എന്റെ ലൈഫിൽ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വലിയ നഷ്ടമാവും. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച് പറയാണ്, എനിക്ക് നിങ്ങളുടെ മകളെ വിവാഹം ചെയ്തു തരണം, ഞാൻ അവളെ നോക്കിക്കോളാന്ന് പറയണം. എന്തായാലും പിന്നീടുള്ള ദിവസങ്ങളിൽ സഞ്ജു ശ്രമിക്കുന്നത് കിളി പോയി നടക്കുന്ന ലക്ഷ്മി ഉണ്ടല്ലോ, അവളുടെ കിളിയെ തിരിച്ചു കൊണ്ടുവരാനാണ്. എപ്പോഴും അവളുടെ അടുത്ത് പോകും, ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കും, ഭക്ഷണം വാരിക്കൊടുക്കും, അവളെയും കൂട്ടി പുറത്തേക്ക് പോകും. പതിയെ പതിയെ ലക്ഷ്മി ആ ഒരു പഴയ അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ ആ ഒരു കോലം തന്നെ ഒരു ഗ്രാമീണമായ ഒരു പെൺകുട്ടിയുടേതായിരുന്നില്ലേ. സഞ്ജുവിന് അതത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് അവളുടെ ആ ഒരു ലുക്ക് അടിമുടി മാറ്റുകയാണ്. പല്ലിൽ ആ ഒരു ക്ലിപ്പ് കഴിച്ചു, പല്ല് നന്നാക്കുകയാണ്. നല്ലൊരു കണ്ണ് ഡോക്ടറെ കാണിച്ച് കണ്ണടയെല്ലാം മാറ്റി പിന്നീട് ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിന്റെ അടുത്തേക്ക് പോയിട്ട് അവളുടെ മുടിയുടെ ആ ഒരു സ്റ്റൈലൊക്കെ മാറ്റി നല്ല മോഡേൺ ലുക്ക് തന്നെ അവൾക്ക് കൊടുക്കണം. അടിമുടി ലക്ഷ്മി ഇപ്പൊ മാറിയിട്ടുണ്ട്. മാത്രമല്ല അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ സഞ്ജുവിന്റെ കൂടെയുള്ള ആ ഒരു ലൈഫും അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. ഒരു ദിവസം ഈ ലക്ഷ്മി അതുപോലെ തന്നെ സഞ്ജു രണ്ടുപേരും രാത്രി എവിടെയോ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് സഞ്ജു കാർ അവിടെ സൈഡാക്കുകയാണ്. എന്നിട്ട് ലക്ഷ്മിയോട് പറയണം, ഞാനൊന്ന് ഇപ്പൊ വരാം, ഇനി നമ്പർ 1 പോകണമെന്ന് പറയണം. അങ്ങനെ സഞ്ജു നേരെ ആ ഒരു കാട്ടിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ അവൻ അറിയാതെ അവന്റെ പിന്നാലെ ലക്ഷ്മി വരുന്നുണ്ട്. എന്നിട്ട് അവനെ പെട്ടെന്ന് പേടിപ്പിക്കുകയാണ്. സഞ്ജുവിന് ഇത് കണ്ട് ആകെ ദേഷ്യം വരികയാണ്. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നേ? വണ്ടി തന്നെ ഇരുന്നാ പോരെ, വെറുതെ ആവശ്യമില്ലാതെ. ഈ സമയത്ത് ലക്ഷ്മിയുടെ സ്വഭാവത്തിലും ചെറിയൊരു മാറ്റമൊക്കെ വരികയാണ്. ഇപ്പൊ ലക്ഷ്മി ചോദിക്കുകയാണ്, എന്താ സഞ്ജു, നിനക്ക് എന്നെ മടുത്തു തുടങ്ങിയോ? എന്നോട് ആ പഴയതുപോലെയുള്ള ഇഷ്ടമൊന്നും നിനക്കില്ല അല്ലേ? ഈ സമയത്ത് സഞ്ജു പറയണേ, അതൊന്നുമല്ല, എന്റെ മൈൻഡൊക്കെ വല്ലാതെ ഡിസ്റ്റേബ് ആയി കിടക്കുകയാണ്. എപ്പോഴും ആ ഒരു പെണ്ണിന്റെ ഓർമ്മ മാത്രം എന്റെ മൈൻഡിൽ, ആ മരീചികയുടെ ഓർമ്മ. മരീചിക എന്നത് ലക്ഷ്മിയുടെ മാത്രം ഒരു സങ്കല്പമല്ലേ? അതെങ്ങനെയാണ് സഞ്ജുവിനെ ഡിസ്റ്റേബ് ചെയ്യുന്നത്? ഇവിടെയാണ് കഥയുടെ അടുത്ത ട്വിസ്റ്റ്. ഇപ്പൊ ലക്ഷ്മി സഞ്ജുവിനോട് പറയുന്നുണ്ട്, സഞ്ജു, നമ്മൾക്കിടയിൽ ഒരു ഡീലുണ്ട്, ആ ഡീൽ ഒരിക്കലും ആരും അറിയാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് പോലെ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിനക്കും നല്ലത്, എനിക്കും നല്ലത്. അല്ല, അപ്പൊ സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതായത് ലക്ഷ്മി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞതുപോലെ മരീചിക എന്നൊരു പെൺകുട്ടിയുണ്ട്, അത് അവളുടെ വെറും സങ്കല്പമൊന്നുമല്ല. അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് ലക്ഷ്മി പറഞ്ഞ ആ ഒരു കഥയില് ശരിക്കും വില്ലൻ ആരാണ്? മരീചികയാണ്. അത്യാവശ്യം സ്വത്തുള്ള സഞ്ജുവിനെ കൊന്ന് അവന്റെ സമ്പത്ത് തട്ടിയെടുക്കാൻ നോക്കുന്ന ഒരു ഫ്രോഡായിട്ടുള്ള ഒരു പെണ്ണ്. എന്നാൽ സത്യത്തിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. മരീചികക്കാണ് ഈ പറഞ്ഞതുപോലെ സ്വത്തും സമ്പത്തും ഇതെല്ലാം ഉള്ളത്. ഇത് അടിച്ചു മാറ്റാൻ സഞ്ജു ആണ് മനഃപൂർവ്വം അവളുടെ പിന്നാലെ നടന്നതും അവളുമായിട്ട് പ്രണയത്തിലാവുന്നതും. അതുപോലെ തന്നെ ഒരു ദിവസം ഈ മരീചിക സഞ്ജുവിനെ വിളിച്ചിട്ട് പറയാണ്, നമുക്കൊരു സ്കൂട്ടി മേടിക്കാൻ വേണ്ടി ഷോറൂമിലേക്ക് ഒന്ന് പോയാലോ? കാരണം ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ലക്ഷ്മി, അവൾ എന്റെ നല്ലൊരു സുഹൃത്താണ്. അവൾ ഒറ്റയ്ക്ക് എന്ന് ഈ നടന്നു പോകുന്നത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, ഞാൻ കാശ് തരാം, നമുക്കൊന്ന് മേടിച്ചു കൊടുത്താലോ എന്ന് പറയണം. അങ്ങനെ മരീചിക കാശ് കൊടുത്തിട്ടാണ് ലക്ഷ്മിക്ക് സ്കൂട്ടി എടുക്കുന്നത്. അത് സംഭവിച്ച കാര്യം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ മരീചികയെ അന്ന് സഞ്ജു പ്രപ്പോസ് ചെയ്തില്ലേ, മരീചികയും ഓക്കെ എന്ന് പറഞ്ഞില്ലേ. എന്നാൽ ഇതിന് ശേഷം ലക്ഷ്മി സഞ്ജുവിന്റെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ ഇഷ്ടം പറഞ്ഞു. എന്നാൽ സഞ്ജു പറഞ്ഞു, ഞാൻ നിന്നെ അങ്ങനെയൊന്നും കാണുന്നില്ല, എന്റെ കടയിൽ വരുന്ന ഒരു സാധാരണ കസ്റ്റമർ, അത്രയും നിന്നെ ഞാൻ കാണുന്നുള്ളൂ. മാത്രമല്ല നമ്മൾ രണ്ടുപേരും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, അത് ഒരുപാട് കാര്യത്തിൽ, സൗന്ദര്യമായാലും പൈസ ആയാലും ജാതി ആയാലും സ്റ്റാറ്റസ് ആയാലും അങ്ങനെ പല രീതിയിലും. ഇപ്പൊ ലക്ഷ്മി
പറയണു, ഓ അമേരിക്കയിൽ നിന്ന് ഒരു മദാമ വന്നപ്പോൾ നിനക്ക് അവളെ മാത്രമായ കാര്യമല്ലേ. അതായത് ഈ ലക്ഷ്മിക്ക് സഞ്ജുവിനോട് വല്ലാത്തൊരു ഒബ്സസ് ആയിട്ടുള്ള ഒരു പ്രണയം ഉണ്ടായിരുന്നു. എന്തായാലും സഞ്ജു അതൊന്നും മൈൻഡാക്കാതെ അവിടുന്ന് പോവാണ്. അതായത് ശരിക്കും നടന്ന കാര്യമാണ് ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ അന്ന് മരീചികയും സഞ്ജുവും കൂടെ അവരുടെ റൂമിലിരിക്കുന്ന സമയത്ത് ഈ സഞ്ജുവിന്റെ കുറച്ച് കൂട്ടുകാർ വന്നിട്ട് എന്തോ അവളെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചപ്പോൾ സഞ്ജു അവരോട് തട്ടിക്കയറി അതിലൊരുത്തിനെ അടിച്ചു എന്നൊക്കെയല്ലേ ലക്ഷ്മി സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞത്. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആണ് നടന്നത്. അതായത് മരീചികയെ കുറിച്ച് മോശം പറഞ്ഞപ്പോൾ അവള് തന്നെയാണ് അത് പോയി ചോദിച്ചത്. എന്നാൽ സഞ്ജു ആണെങ്കിൽ അത് വലിയ കാര്യമാക്കാതെ മരീചിക വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ പിറ്റേ ദിവസം മരീചിക അവന്റെ കൂട്ടുകാരുടെ കൂടെ ഇരുന്നു എന്നൊക്കെയല്ലേ ലക്ഷ്മി പറഞ്ഞത്. നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെയും സംഭവിച്ചത്. സഞ്ജു തെമ്മാടികളായിട്ടുള്ള അവന്റെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വന്ന മരീചികയാണ് പറഞ്ഞത്, എന്നോട് ഇന്നലെ വളരെ മോശമായിട്ട് സംസാരിച്ച ഇവരുടെ കൂടെയാണോ നീ ഇരിക്കുന്നത്. ഇപ്പൊ ആ കൂട്ടത്തിൽ ഒരുത്തിന് എഴുന്നേറ്റ് സോറി മേഡം എന്ന് പറഞ്ഞിട്ട് അവളെ തൊടാൻ നോക്കുമ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ മരീചിക അവന്റെ കൈ തട്ടി മാറ്റുകയാണ്. എന്നിട്ട് സഞ്ജുവിനോട് പറയണ ഇവരുമായിട്ടുള്ള കൂട്ടുകെട്ട് നീ ഒഴിവാക്കിക്കുവാന്ന്. അപ്പൊ തന്നെ സഞ്ജു പറഞ്ഞു ഇറങ്ങി പോടാ, നാലെണ്ണം ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഈ മരീചികയെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് തന്നെ കൂട്ടുകാരെ നോക്കിയിട്ട് ഒരു വല്ലാത്ത ചിരി അവൻ ചിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ലക്ഷ്മി പറഞ്ഞ കഥയിൽ മരീചികയാണല്ലോ സഞ്ജുവിനോട് കല്യാണം കഴിക്കുമോ എന്ന് ചോദിക്കുന്നത്. എന്നാൽ അത് നേരെ ഓപ്പോസിറ്റ് ആണ്. സഞ്ജു ആണ് മരീചികയോട് നമുക്ക് കല്യാണം കഴിക്കാന്ന് പറയുന്നത്. അപ്പൊ എന്നെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയുമെന്ന് ഈ മരീചിക ചോദിച്ചപ്പോൾ സഞ്ജു അവളുടെ ഡീറ്റെയിൽ എല്ലാം പറയാണ്. നിനക്ക് നിന്റെ അച്ഛനമ്മമാർ മേടിച്ചിട്ട് ഒരുപാട് പ്രോപ്പർട്ടീസ് ഇവിടെ ഉണ്ട്, പുറം രാജ്യത്ത് ഓരോ ബിസിനസ്സുകളുണ്ട്, എല്ലാത്തിനും കൂടി ഏകദേശം 300 കോടി വാല്യൂ വരുമല്ലേ. നിന്നെ കുറിച്ച് പലതും എനിക്ക് അറിയാന്ന് പറയണം. എന്തായാലും മരീചിക സഞ്ജുവുമായിട്ടുള്ള ഒരു വിവാഹത്തിന് സമ്മതിക്കുകയാണ്. അവരുടെ കല്യാണം അങ്ങനെ കഴിഞ്ഞു. എന്നാൽ ഇതൊന്നും സഞ്ജുവിന്റെ പിറകാലം നടന്നിരുന്ന ലക്ഷ്മിക്ക് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല. അതുപോലെ തന്നെ ലക്ഷ്മി മറ്റൊരു കാര്യം അറിയാണ്. ഈ സഞ്ജുവിന്റെ തെമ്മാടികളായിട്ടുള്ള കൂട്ടുകാരുണ്ടല്ലോ, ഇവർ ഈ സംസാരിക്കുന്ന കാര്യം, അതിലൂടെ ലക്ഷ്മിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവരെല്ലാവരും ഫ്രോഡാണ്. സഞ്ജുവിന്റെ കൂട്ടുകാരും കൂടെ ഈ മരീചികയുണ്ടല്ലോ അവളുടെ സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കിയ ഉടനെ തന്നെ ലക്ഷ്മി മരീചികയെ വിളിച്ച് ഈ കാര്യം പറയുന്നുണ്ട്. അതായത് ആ ഒരു അപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് മരീചിക ഇപ്പൊ ചെറുതായിട്ടൊന്ന് പേടിക്കുകയാണ്. അതേ നേരം തന്നെ ഇപ്പൊ സഞ്ജു അങ്ങോട്ടേക്ക് വന്നിട്ട് മരീചികയോട് പറയാണ്, എനിക്കൊരു കാര്യം പറയണ്ട്, വാ ഉള്ളിലേക്ക് പോവാം. അങ്ങനെ ഇവർ രണ്ടുപേരും ഉള്ളിലേക്ക് പോയിട്ട് പറയാണ്, നമുക്ക് എന്തായാലും ഇന്ന് തന്നെ ഹണിമൂണിനായിട്ട് സിംഗപ്പൂരിലേക്ക് പോകണം. ചെറിയൊരു ഭയത്തില് ഇപ്പൊ മരീചിക പറയാണ്, ഇന്ന് തന്നെ പോകണം, നമുക്ക് പിന്നൊരു ദിവസം പോയാൽ പോരാ, പറ്റില്ല ഇന്ന് തന്നെ പോകണം, നീ ഫ്രഷ് ആവുമെന്ന് പറഞ്ഞിട്ട് അവളെ നേരെ ബാത്റൂമിലേക്ക് പറഞ്ഞേക്കാണ്. എന്തായാലും ബാത്റൂമിൽ കയറിയ മരീചിക ആകെ പേടിച്ച് കരയാൻ തുടങ്ങുകയാണ്. ഇവൻ അവളുടെ സ്വത്ത് കണ്ടിട്ടാണ് അവളെ കെട്ടിയതെന്ന് അവൾക്ക് മനസ്സിലായി. എന്ന് ഇവന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു അവൾക്ക് യാതൊരു ധാരണയില്ല. അങ്ങനെ അവർ എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് സഞ്ജുവിന്റെ കൂട്ടുകാർ വരികയാണ്. ഇവരെല്ലാവരും കൂടെ അവളെ പിടിച്ചു വെക്കാണ്. അവളുടെ സ്വത്ത് മുഴുവനും അവളുടെ കയ്യിൽ നിന്ന് എഴുതി മേടിക്കാൻ നോക്കുകയാണ്. എന്നാൽ ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ പിന്നിലിരുന്നു കൊണ്ട് ലക്ഷ്മി കാണുന്നുണ്ട്. ഇതെല്ലാം സംഭവിച്ചതാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കായി. അതിനിടയിൽ ദേഷ്യം വന്ന സഞ്ജു മരീചികയുടെ തലക്കിട്ട് ഹോക്കി സ്റ്റിക്ക് വെച്ച് അടിക്കുകയാണ്. അതിൽ നിലത്ത് വീണ മരീചികയുടെ തല കല്ലിൽ ചെന്നിട്ടിച്ച് തല പൊട്ടി അവൾ സ്പോട്ടിൽ മരിക്കുകയാണ്. ഇത് കണ്ടപാട് തന്നെ ഈ സഞ്ജുവിന്റെ 4 കൂട്ടുകാരും അവിടുന്ന് ഒറ്റ ഓട്ടാണ്. എന്നാൽ ആ സമയത്ത് ലക്ഷ്മി ഓടി വരികയാണ്. അതായത് മരീചികയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവൾ മരിച്ചെന്ന് അറിഞ്ഞപ്പോൾ ലക്ഷ്മി ഒന്ന് ഞെട്ടിപ്പോകണം. കാരണം അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഈ മരീചിക. അവൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്തിനു പറയണം, നല്ല വിലയുള്ള ഒരു സ്കൂട്ടി വരെ മേടിച്ചു കൊടുത്തില്ലേ. ഒരു ആത്മാർത്ഥ സുഹൃത്ത് ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ അവൾക്ക് വിഷമം ഉണ്ടാവില്ലേ. എന്തായാലും ലക്ഷ്മി വന്നിട്ട് മരിച്ചു കിടക്കുന്ന മരീചികയെ നോക്കിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സഞ്ജുവും ആകെ പേടിച്ചു നിൽക്കുകയാണ്. കൊല്ലണമെന്ന് അവൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ പെട്ടെന്ന് സഞ്ജുവിനോട് ലക്ഷ്മി ഒരു കാര്യം പറയാണ്, നീ പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടുമില്ല, ആ രീതിയിൽ ഞാൻ കാര്യങ്ങളാക്കി തീർത്തോളാം. പക്ഷേ നീ എന്നെ വിവാഹം കഴിക്കണം. ഈ ഡീൽ നോക്കിയാണെങ്കിൽ മാത്രം ഞാൻ നിന്നെ രക്ഷപ്പെടുത്താന്ന് ലക്ഷ്മി പറയണം. ശരിക്കും ക്രിമിനൽ മൈൻഡ് ഈ ലക്ഷ്മിക്കാണ് കേട്ടോ. എന്തായാലും ഇതിനുശേഷം ഇവർ രണ്ടുപേരും മരീചികയുടെ ഒരു ഡെഡ് ബോഡി എടുത്ത് കാട്ടിലേക്ക് വലിച്ചെറിയാണ്. എന്നിട്ട് അങ്ങനെ ഒരു പെൺകുട്ടിയേ ഇല്ല, അങ്ങനെ ഒരാൾ അമേരിക്കയിൽ നിന്ന് വന്നിട്ടേ ഇല്ല എന്ന് വരുത്തി തീർക്കാനായിട്ട് ഇവരൊരു നാടകം പ്ലാൻ ചെയ്തു. ആ നാടകത്തിന്റെ ഭാഗമായിട്ടാണ് ലക്ഷ്മി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പേടിച്ചുകൊണ്ട് ഓടിപ്പോയതും അവിടെ വെച്ച് ഓരോ നുണക്കഥകൾ എല്ലാം തല തിരിച്ചു പറഞ്ഞതും. എന്തായാലും പോലീസുകാർ അതൊക്കെ വിശ്വസിച്ചു. അവർ വിചാരിച്ചത് മരീചിക എന്നത് വെറും ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ്. ഇതെല്ലാം വിശ്വസിച്ച പോലീസുകാർ ആ കേസ് പൂർണ്ണമായിട്ടും അവിടെ ക്ലോസ് ചെയ്യാണ്. പിന്നീട് ലക്ഷ്മിയും സഞ്ജുവും പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവർ വിവാഹം കഴിക്കുന്നുണ്ട്. എന്നാൽ സഞ്ജുവിന് 100% ലക്ഷ്മിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടൊന്നുമല്ല അവളെ പ്രണയിച്ചത്, അവളുടെ ആ ഒരു ബ്ലാക്ക് മെയിൽ കാരണമാണ്. എന്തായാലും ആ ഒരു ഫ്ലാഷ് ബാക്ക് എല്ലാം കഴിഞ്ഞു ഇപ്പൊ പ്രസന്റിലേക്ക് വരികയാണ്. ലക്ഷ്മി സഞ്ജു ഇപ്പൊ ആ ഒരു കാട്ടിൽ നിൽക്കാണല്ലോ. ലക്ഷ്മി വീണ്ടും സഞ്ജുവിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. വെറുതെ അനാവശ്യമായിട്ട് അവളെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ നിൽക്കൊന്നും വേണ്ട, അവളോടുള്ള പ്രേമം കാരണമൊന്നുമല്ലല്ലോ നീ ഇങ്ങനെ ചെയ്തത്, നീ നിന്റെ കൈ കൊണ്ട് അവളെ കൊല്ലുകയും ചെയ്തു. എന്തായാലും ഇതൊന്നും ഞാൻ ആരോടും പറയാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്നതും കേട്ട് എന്റെ കൂടെ നിന്നോണെന്ന് പറയണം. സഞ്ജുവിന് ഇവിടെ വെച്ച് വേറൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കാറിൽ ചെന്ന് കയറുകയാണ്. ഈ സമയത്ത് സഞ്ജു വെറുതെ ഒന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ബാക്ക് സീറ്റിൽ ഇപ്പൊ ഈ ഒരു മരീചിക ഇരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്തൊക്കെ ചോരയുണ്ടായിരുന്നു. അവളിപ്പോ ഈ സഞ്ജുവിനെ നോക്കിയിട്ട് പറയാണ്, നീ എന്തിനാടാ എന്നെ ഒറ്റയ്ക്കാക്കി പോയത്, ഞാൻ നിന്നെ അത്രത്തോളം പ്രണയിക്കുന്നുണ്ടായിരുന്നില്ലേ. ഇത് കണ്ട് പേടിച്ചു പോയ സഞ്ജു ഇപ്പോൾ ലക്ഷ്മിയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ആ സമയത്ത് ഒരു പോലീസ് വണ്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ
സഞ്ജു പറയാണ് ഞങ്ങളുടെ കാറിൽ ഒരു പ്രേതം ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ പോലീസുകാരും വന്ന് കാറിൽ നോക്കി അവിടെയൊന്നും ആരും കാണാനില്ല. അനാവശ്യമായ ഭയത്തിൽ സഞ്ജു എന്തൊക്കെയോ പറയാൻ നിൽക്കുമ്പോൾ സാറേ അതൊന്നുമില്ല, ആളൊന്നും പേടിച്ചു പോയതാ. ഇതും പറഞ്ഞ് സഞ്ജുവിനെ ഇപ്പൊ ലക്ഷ്മി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയാണ് പൊട്ട വായി തോന്നിയതൊന്നും വിളിച്ചു പറയാൻ നിൽക്കണ്ട, നീ തന്നെ വെട്ടിലാവും, വാ നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവര് പിന്നീട് വീട്ടിലേക്ക് പോവാണ്. എന്നാൽ സഞ്ജു വീണ്ടും പറയാണ് ഞാൻ ആ ഒരു മരീചികയെ കണ്ടു, ഉറപ്പാണ്. ഈ സമയത്ത് ലക്ഷ്മി പറയുന്നത് എടാ നിന്റെ കൈകൊണ്ടല്ലേ നീ അവളെ കൊന്നു കളഞ്ഞത്, പിന്നെ എങ്ങനെയാണ് അവള് വരുന്നത്, നിന്റെ തലക്കെന്തോ പ്രശ്നമുണ്ട്. എന്തായാലും ഇപ്പൊ ലക്ഷ്മി അവളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സഞ്ജു അവന്റെ വീട്ടിലേക്ക് പോവാണ്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ലക്ഷ്മി വീണ്ടും വിളിക്കുകയാണ്. എന്നിട്ട് സഞ്ജുവിനോട് പറയണം നാളെ രാവിലെ തന്നെ നീ രജിസ്റ്റർ ഓഫീസിലേക്ക് വരണം, നമ്മുടെ കല്യാണം നാളെ രാവിലെ തന്നെ നടത്തണം, എനിക്കത് നിർബന്ധമുണ്ട് എന്ന് പറയണം. അതായത് സഞ്ജുവിന് മറുത്തൊന്നും പറയാൻ കഴിയുന്നില്ല. ലക്ഷ്മിയുടെ ആ ഒരു വലയിൽ പെട്ടുപോയി എന്ന് പറയാലോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ ഇപ്പോ ഈ സഞ്ജു ഒരു കാര്യം കണ്ട് ഞെട്ടുകയാണ്. നടു റോഡിൽ തന്നെ മരീചിക അങ്ങനെ നിൽക്കുകയാണ്. അവന്റെ കൺട്രോൾ പോയി. പെട്ടെന്ന് തന്നെ കാറ് അവൻ വെട്ടിക്കുകയാണ്. പിന്നീട് റോഡിൽ നിന്നും ആക്സിഡന്റ് ആയ ആ ഒരു കാറ് നേരെ താഴേക്ക് വീഴാണ്. അവിടെ ഒരു റെയിൽ പാളായിരുന്നു. അവൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അതിന്റെ പുറത്തേക്ക് വരാൻ നോക്കുമ്പോൾ ഒരു ട്രെയിൻ വന്ന് പെട്ടെന്ന് തന്നെ അവന്റെ കാറിന് ഇട്ടിക്കുകയാണ്. ഭീകരമായ ഈ സ്വപ്നം കണ്ട് അവൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. മാത്രമല്ല വല്ലാത്ത ദാഹം. അവനിപ്പോ സോഫയിൽ പോയിട്ട് ഇച്ചിരി വെള്ളം കുടിക്കുകയാണ്. ആ സമയത്ത് ആരോ അവനോട് ചോദിക്കുന്നുണ്ട് എനിക്കും കൂടെ കുറച്ച് വെള്ളം തരുമെന്ന്. ആ കുടിച്ചോന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു കുപ്പി കൊടുക്കുകയാണ്. നോക്കുമ്പോൾ ആരാണ് മരീചിക. ആ കുപ്പി അവിടെ എറിഞ്ഞ് അവൻ ഇറങ്ങി ഓടുകയാണ് ഫ്ലാറ്റിന്റെ പുറത്തേക്ക്. മെയിൻ ഗേറ്റിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അത് തുറക്കാനും പറയുന്നുണ്ട്. എന്നാൽ അത് തുറങ്ങുന്നില്ല. ഇതേ നേരം തന്നെ ഫ്ലാറ്റിന്റെ ഉള്ളിൽ നിന്ന് മരീചിക പുറത്തേക്ക് വരികയാണ്. അവളെ കണ്ട് പേടിച്ച് ഈ സഞ്ജു ആ ഒരു ഗേറ്റും ചാടി കടന്ന് ഓടുകയാണ്. പിറ്റേ ദിവസം തന്നെ ലക്ഷ്മിയെ കണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അവളെ വീണ്ടും കണ്ടുവന്ന്. എന്നാൽ ഇത് കേട്ട ലക്ഷ്മി പൂരച്ചിരി. ഞാൻ ആ ഒരു ഡോക്ടറെയും അതുപോലെ തന്നെ പോലീസ് മണ്ടന്മാരെയും പറ്റിച്ചതുപോലെ നീ എന്നെ പറ്റിക്കാൻ നോക്കുകയാണോ? നിന്റെ നുണക്കഥയുമായിട്ട് എന്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട. എന്തായാലും ഇന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് നാളെ എന്തായാലും പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ട് ഈ ലക്ഷ്മി ഇവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ ഒരു പേടിയിൽ സഞ്ജു എഴുന്നേറ്റ് നടക്കുമ്പോൾ കാലി തന്നെ താഴേക്ക് വീഴുന്നുണ്ട്. ഈ സമയത്ത് ഒരു പെൺകുട്ടി അവന്റെ അടുത്തേക്ക് വന്നിട്ട് മരീചിക എങ്ങനെയാണ് സംസാരിക്കുക അതുപോലെ തന്നെ ഈ പെൺകുട്ടി സംസാരിക്കുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ചു പോയ സഞ്ജു പിന്നിലേക്ക് വീഴുകയാണ്. അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി മരീചിക എങ്ങനെയാണ് സംസാരിക്കുക അതുപോലെ തന്നെ സംസാരിക്കുകയാണ്. ഇവര് രണ്ടുപേരെയും കൂടാതെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പെൺകുട്ടികളും എഴുന്നേറ്റ് നിന്ന് ഒരുപോലെ മരീചികയെ പോലെ തന്നെ സംസാരിക്കുന്നുണ്ട്. പേടിച്ചു പോയ സഞ്ജു ആ ഒരു കഫേയിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. അവിടെയും ഇപ്പൊ നിൽക്കുന്ന മരീചികയെ കാണുകയാണ്. സഞ്ജുവിന് ഒരുമാതിരി പ്രാന്ത് പിടിക്കുന്നത് പോലെ ആയി പോവാണ്. ഈ നേരത്ത് ലക്ഷ്മി അങ്ങോട്ടേക്ക് വരികയാണ്. അല്ല നീ ഇത്രയും നേരമായിട്ട് പോയിട്ടില്ലേ, ഇതിലൂടെ ഓടി കളിക്കുകയാണോ? എന്നാൽ ഭയങ്കര ദേഷ്യത്തിലായിരുന്ന സഞ്ജു ഇപ്പോൾ അവളെയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ചെവടക്കുറ്റി നോക്കി ഒരൊറ്റ അടി അടിയാണ്. എടി നീ എന്നെ കളിപ്പിക്കുകയല്ലേ, നീ ആ ഒരു മരീചികയും കൂടെ രണ്ടും കൂടെ എന്നെ ട്രാപ്പിലാക്കാൻ നോക്കുകയാണല്ലേ, എന്നെ പൊട്ടനാക്കാൻ നോക്കുകയാണോ എന്ന് ഇത് കേട്ട സമയത്ത് ഈ ലക്ഷ്മി തന്നെ തിരിച്ച് അതുപോലെ ഒരൊറ്റ അടി കൊടുത്തിട്ട് പറയണ ഡാ നീ എന്നോട് പൊട്ടം കളിക്കാൻ നിൽക്കണ്ട, നീ തന്നെ നിന്റെ കൈ കൊണ്ട് ആ പെണ്ണിനെ കൊന്നതാണ്, നീ എന്തായാലും പൊട്ടം കളിച്ച് അതിനെ ഇല്ലാതാക്കാൻ നോക്കണ്ട. ഞാൻ പറയുന്നത് കേട്ട് നടക്കാതെ വേറെന്തെങ്കിലും ചെയ്യാനാണ് നിന്റെ പ്ലാനെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എല്ലാ സത്യം പറയും. അതുപോലെ തന്നെ ഞാൻ എന്തിനാ നുണ പറഞ്ഞതെന്ന് ചോദിച്ചാൽ പറയും നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തതുകൊണ്ടാണെന്ന്. അതുകൊണ്ട് നീ ഇപ്പം മര്യാദക്ക് വീട്ടിലേക്ക് തിരിച്ചു പോ, നാളെ നമുക്ക് കാണാമെന്ന് പറയണം. ഇതിനുശേഷം ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ചില സാധനങ്ങൾ മേടിക്കാൻ ലക്ഷ്മി പോവുകയാണ്. എന്നാൽ പെട്ടെന്ന് ലക്ഷ്മിക്ക് ഒരു രൂപത്തെ അവിടെ കാണാൻ കഴിഞ്ഞു. മറ്റാരുമല്ല മരീചിക തന്നെ. ഒരു മിന്നായം പോലെയാണ് കണ്ടത്. അവൾ അത് വലിയ കാര്യമാക്കി എടുത്തൊന്നുമില്ല, തോന്നലായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. പിന്നീട് ഷെൽഫിൽ നിന്നും ഒരു സാധനം എടുത്തപ്പോൾ ആ ഷെൽഫിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് മരീചിക നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ തന്നെ നോക്കി നിൽക്കാന്ന് മാത്രമല്ല നമ്മുടെ ലക്ഷ്മിയെ വിളിക്കുകയാണ്. ഇത് കണ്ട ലക്ഷ്മി പേടിച്ചോടുകയാണ് അവിടുന്ന്. മാത്രമല്ല സഞ്ജുവിനെയും വിളിച്ചു വരുത്തുന്നുണ്ട്. സഞ്ജു നീ പറഞ്ഞത് സത്യാ തോന്നടാ, നീ പറഞ്ഞതുപോലെ അവളുടെ ആത്മാവ് എന്റെ പിന്നാലെ ഉണ്ടെന്നാ തോന്നുന്നേ. നമുക്കൊരു കാര്യം ചെയ്യാം, നിന്റെ വീട്ടിലേക്ക് നമുക്ക് പോവാം, നമുക്ക് രണ്ടുപേർക്കും അവിടെ ഒരുമിച്ച് നിൽക്കാന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി സഞ്ജുവും കൂടെ അവന്റെ വീട്ടിലേക്ക് പോവാണ്. രണ്ടുപേർക്കും നല്ല പേടിയുണ്ട്. ഈ സമയത്ത് ലക്ഷ്മി അവിടെ ഉണ്ടായിരുന്നു. ഒരു മദ്യത്തിന്റെ കുപ്പി എടുക്കുകയാണ്. എന്നിട്ട് സഞ്ജുവിനോട് ചോദിക്കുകയാണ് ഈ സാധനം കുടിച്ചു കഴിഞ്ഞാൽ പേടിയൊക്കെ പോവോ? ഇപ്പൊ സഞ്ജു പറഞ്ഞു പേടിയെല്ലാം പോകും, പക്ഷെ ഒറ്റയടിക്ക് കുടിക്കാൻ കഴിയില്ല, കുറച്ച് ഐസോ വെള്ളമൊക്കെ എടുത്തിട്ട് വാ, അതിൽ മിക്സ് ചെയ്ത് കുടിക്കുന്നു പറയണം. അങ്ങനെ ആ ഒരു കുപ്പി അവിടെ വെച്ചിട്ട് ലക്ഷ്മി ഐസ് ക്യൂബ് എടുക്കാൻ വേണ്ടി പോവാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ മരീചിക ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് കട്ടയുമായിട്ട് വരികയാണ്. ദാ ഇതെടുത്തോന്ന് പറയാണ്. എന്നാൽ മരീചികയെ ഇതുപോലെ തൊട്ടടുത്ത് കണ്ട സമയത്ത് ശരിക്കും ലക്ഷ്മിയും പേടിച്ചു, സഞ്ജുവും പേടിച്ചു. രണ്ടുപേരും ഞെട്ടിത്തരിച്ചങ്ങനെ ഓടാൻ പോലും കഴിയാതെ അവിടെ ഇരിക്കുകയാണ്. സഞ്ജു ആണെങ്കിൽ ആ ഒരു സോഫയിൽ ചുരുണ്ടുകൂടി അങ്ങനെ നിൽക്കുകയാണ്, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇതേ നേരം തന്നെ മരീചിക പറയാണ് ഞാൻ നിന്നെ എത്ര സ്നേഹിച്ചതാടാ, നിനക്കെന്താ എന്നോട് ഇഷ്ടമല്ലേ, വാ നമുക്ക് പോയിട്ട് കല്യാണം കഴിക്കാം, പിന്നീട് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവും, സന്തോഷത്തോടെ ജീവിക്കണ്ടേ എന്ന് പേടിച്ചു പോയ സഞ്ജു പറയാണ് നീ ഒരു മനുഷ്യല്ല, നീ ഒരു പ്രേതാണ്, ഇവിടുന്ന് വിട്ടു പോന്നൊക്കെ പറയണ്. ഈ സമയത്ത് മരീചിക പറയാണ് ആരെ പറഞ്ഞ ഞാൻ പ്രേത
പ്രേതാന്ന്. ഞാൻ പ്രേതൊന്നുമല്ല, ചിലപ്പോ ദാ ഈ ലക്ഷ്മി ആയിരിക്കും നിന്നോട് ഇതൊക്കെ പറഞ്ഞതല്ലേ. അവൾ ഒരിക്കലും വിശ്വസിക്കേണ്ട വഞ്ചകിയാണ് ആ പെണ്ണ്. ഞാൻ അവളെ സ്വന്തം സഹോദരിയായിട്ട് കണ്ടു, അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു, എന്നിട്ടും അവൾ എന്നെ ചതിച്ചില്ലേ. ലക്ഷ്മി, നിനക്ക് ഇവനോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ വിട്ടുതരില്ലായിരുന്നോ? എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കൊന്നു കളഞ്ഞത്? ഇതും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബോട്ടിലെടുത്ത് സഞ്ജുവിന്റെ തലക്കിട്ട് മരീചിക ഒറ്റടി അടിയാണ്. ആ അടിയിൽ അവന്റെ തല പൊട്ടി ചോര വന്ന് നിലത്തേക്ക് വീഴുകയാണ്. ഇത് കണ്ട് പേടിച്ച ലക്ഷ്മി ഒന്നും നോക്കിയില്ല, ഉള്ള ധൈര്യം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഓട്ടുകയാണ്. നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. നമ്മുടെ പഴയ SI ഉണ്ടല്ലോ, അഞ്ജി ബാബു, അയാളും അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ലക്ഷ്മിയെ കണ്ടപാടിന് അല്ല നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയണ. ആ ഒരു 6 മാസം മുന്നേ ഒരു പ്രാന്തൻ കഥയുമായിട്ട് നീ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ പെണ്ണല്ലേ നീ? സാറേ, അത് ഞാൻ തന്നെയാണ്. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നത് സത്യമാണ്, ശരിക്കുള്ള കാര്യമാണ്. എന്റെ സഞ്ജുവിനെ ആ മരീചികയുടെ ആത്മാവ് ഒന്ന് കൊന്നു കളഞ്ഞു സാറേ. ഇത് കേട്ടപ്പോ തന്നെ അഞ്ജി ബാബു പറയണ, എന്റെ പൊന്നുമോളെ, നീ അന്ന് എന്നെ കൺഫ്യൂഷൻ ആക്കിയതാണ്, വെറുതെ വീണ്ടും എന്നെ കൊടുക്കാൻ നോക്കണ്ട. അല്ല, നിന്റെ പ്രാന്ത് ഇതുവരെയായിട്ട് മാറിയില്ലേ? എന്തായാലും ഈ സമയത്താണ് അങ്ങോട്ടേക്ക് മരീചിക വരുന്നത്. മരീചികയെ കണ്ടപാട് തന്നെ ലക്ഷ്മി ആകെ പേടിച്ചു പോവാണ്. ഈ SIയുടെ പിന്നിൽ ചെന്ന് അവൾ വിളിക്കുന്നുണ്ട്, സാറേ സാറേ, ഇതാ കണ്ടോ ആ പെണ്ണ്, അതൊരു ആത്മാവാണ്, അത് സഞ്ജുവിനെ കൊന്നു എന്നെയും കൊല്ലും സാറേ, എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തുന്നു പറയാണ്. ഇതേ സമയത്ത് തന്നെ ഈ അഞ്ജി ബാബു ചോദിക്കണം, മാഡം നിങ്ങൾ ആരാണ്? ഇപ്പൊ മരീചിക പറയാണ്, എന്റെ പേര് മരീചിക എന്നാണ്. മരീചികയോ? അങ്ങനെ ഒരാൾ ഇല്ല എന്നാണല്ലോ ഇവരെല്ലാവരും പറയുന്നത്. ഇപ്പൊ മരീചിക പറയാണ്, എനിക്കറിയില്ല സാറേ, ഞാൻ US എന്നാ വരുന്നത്, അവിടെ കുറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വല്ലപ്പോഴൊക്കെ ഞാൻ ഇന്ത്യയിലേക്ക് വരാറുള്ളൂ. നാട്ടിലേക്ക് വന്നാൽ ഞാൻ ഈ ലക്ഷ്മിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ലക്ഷ്മി ഒന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് പോയപ്പോൾ അവള് പറയുന്നത് ഞാൻ പ്രേതാന്നൊക്കെയ. ശരിക്കും ഇവിടെ എന്താണ് സാറേ സംഭവിക്കുന്നത്? ഇപ്പൊ ആകെ കൺഫ്യൂഷനായ ഈ SI ചോദിക്കാണ്, അല്ല മരീചിക, നിങ്ങൾ ശരിക്കുള്ള ആളാണെങ്കിൽ സഞ്ജുവിനെ നിങ്ങൾക്ക് അറിയായിരിക്കല്ലേ, അപ്പൊ ഈ ലക്ഷ്മി പറഞ്ഞതുപോലെ സഞ്ജു എന്നൊരാളെ നിങ്ങൾ കൊന്നിട്ടുണ്ടോ? ഇത് കേട്ട് ഞെട്ടിപ്പോയ മരീചിക പറയാണ്, സഞ്ജുവോ? സാറേ, ആരാണ് ഈ സഞ്ജു? എനിക്ക് അറിയില്ല എന്ന് പറയാണ്. എന്നാൽ ലക്ഷ്മി പറയണ, ഇല്ല സാറേ, ഇവള് നുണ പറയാ, ഇവളൊരു പ്രേത, എന്റെ സഞ്ജുവിനെ ഇവൾ തലക്കടിച്ച് കൊന്നതാണ്. വാ നമുക്ക് സഞ്ജുവിന്റെ വീട്ടിലേക്ക് പോവാം, അവിടെ അവന്റെ ഡെഡ് ബോഡി ഉണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ എല്ലാവരെയും കൂട്ടി ലക്ഷ്മി ഇപ്പൊ നേരെ ആ വീട്ടിലേക്ക് പോണ്. എന്നാൽ അവിടെ എത്തിയപ്പോൾ സഞ്ജുവിന്റെ ഡെഡ് ബോഡിയും ഇല്ല, ഒന്നുമില്ല, വളരെ ക്ലീൻ ആയിട്ട് കിടക്കുകയാണ്. ലക്ഷ്മിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതിനുശേഷം കാര്യങ്ങളൊന്ന് കൺഫേം ചെയ്യാനായിട്ട് പോലീസുകാർ ലക്ഷ്മിയും കൂടി നേരെ പോകുന്നത് ഈ സഞ്ജുവിന്റെ ആ ഒരു കഫേയിലേക്കാണ്. എന്നാൽ അവിടെ എത്തിയപ്പോൾ പോലീസുകാരും ഞെട്ടിപ്പോവാണ്, ലക്ഷ്മിയും ഞെട്ടിപ്പോവാണ്. അതായത് സഞ്ജുവിന്റെ ആ ഒരു കടയുണ്ടല്ലോ, അത് കുറെ കാലമായിട്ട് തുറക്കാത്ത കോലത്തിലാണ് കിടക്കുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവർക്കാർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ആ നാട്ടുകാരനായ ഒരാൾ അതിലൂടെ പോകുമ്പോൾ അയാളോട് ഈ സഞ്ജുവിനെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പൊ അയാൾ പറയുന്നത്, സഞ്ജുവോ? അവൻ മരിച്ചു പോയില്ലേ? അപ്പൊ അത് കേട്ടപാട് തന്നെ ലക്ഷ്മി പറയാണ്, കേട്ടോ സാറേ, ഞാൻ പറഞ്ഞില്ലേ സഞ്ജു മരിച്ചുപോയിന്ന്, അവനെ കൊന്നത് ഇവള് തന്നെയാണ് സാർ, ഇവളോട് ചോദിക്കുക, അപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഇപ്പൊ ലക്ഷ്മിയോട് ഈ SI ഒന്നും മിണ്ടാതിരിക്കാൻ പറയണം. എന്നിട്ട് ആ നാട്ടുകാരൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല ഈ സഞ്ജു അവൻ എന്താ സംഭവിച്ചത്? അത് പിന്നെ സാറേ, ഒരു 2 വർഷം മുന്നേ അവൻ ആ കടയിൽ വെച്ച് തന്നെ തൂങ്ങി മരിക്കുകയായിരുന്നു. ഇവിടുത്തെ ആ ഒരു കോളേജ് ഉണ്ടല്ലോ, അവിടുത്തെ ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു ഇഷ്ടത്തിലൊക്കെ ആയിരുന്നു. എന്നാൽ ആ പെണ്ണാണെങ്കിൽ അവനെ ഉപേക്ഷിച്ചു പോയി. ആ വിഷമത്തിലാണ് അവൻ കിടന്ന് തൂങ്ങിയത്. ഇപ്പൊ SI ഉണ്ടല്ലോ, ഇയാൾക്ക് ഒരുമാതിരി തല പെരുക്കാണ്, ഇവിടെ എന്തപ്പോ സംഭവിക്കുന്നത്? നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ ഇപ്പൊ വട്ട് പിടിപ്പിക്കും. എന്തായാലും ഇത് കേട്ട സമയത്ത് നമ്മുടെ ലക്ഷ്മി ഇവരെല്ലാവരും നുണ പറയാണ്, എല്ലാവരും കൂടെ ചേർന്ന് എന്നെ പറ്റിക്കാൻ നോക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു കടയുടെ മുന്നിൽ പോയിരുന്നു എന്തൊക്കെയോ പ്രാന്തമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്, പെരുമാറുന്നുണ്ട്. എന്തായാലും പ്രാന്തിയായി അഭിനയിച്ച് അവസാനം ഒരു പ്രാന്തിയെ പോലെ ആയിരിക്കുകയാണ് ലക്ഷ്മി ഇപ്പോൾ. മാത്രമല്ല അവളുടെ ആ ഒരു പെരുമാറ്റം കാരണം കോൺസ്റ്റബിൾസ് വന്നിട്ട് അവളെ തൂക്കിയെടുത്ത് കൊണ്ടുപോവാണ്. നേരെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി SI പറയുന്നുണ്ട്. എന്നാൽ SIക്ക് ഇപ്പവും മനസ്സിലാവാത്തൊരു കാര്യം എന്താ വെച്ചാൽ, 6 മാസം മുന്നേ സ്റ്റേഷനിലേക്ക് സഞ്ജു വന്നായിരുന്നല്ലോ. അപ്പൊ അതാരാ? അവനെ അന്ന് കഫേയിലേക്ക് പോയിട്ട് വിളിക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റബിളിനെ വിട്ടായിരുന്നല്ലോ. അപ്പൊ അയാൾ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് കട അന്നും ഇതുപോലെ തന്നെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഈ ഷോപ്പിന്റെ ഓണറായിട്ടുള്ള സഞ്ജു തൊട്ടപ്പുറത്ത് വേറൊരു കടയിലുണ്ടായിരുന്നു, അവൻ അങ്ങനെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. ഈ സമയത്ത് SI പറയണ, എടാ മണ്ട, ഈ കാര്യം എന്താ അന്ന് പറയാതിരുന്നത്? അത് പിന്നെ സാറേ, എനിക്ക് അറിയില്ലായിരുന്നു ഇത് പറയണമെന്ന്. അറിയില്ലായിരുന്നല്ലേ? എന്റെ കൺമുന്നിൽ നിൽക്കരുത്, മര്യാദക്ക് ഇവിടുന്ന് പൊയ്ക്കുമെന്ന് പറയണം. ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന SIയുടെ അടുത്തേക്ക് മരീചിക വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കണം, സാറേ, സാറിന് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന്. അപ്പൊ അയാൾ പറയണം, ആ വിശ്വാസമുണ്ട്. എന്നാ പിന്നെ ആത്മാക്കളിലും വിശ്വസിക്കണം എന്ന് പറയണം. മിക്കവാറും 6 മാസങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ അരികിലേക്ക് വന്നിട്ടുണ്ടാവുക ഈ സഞ്ജുവിന്റെ ആത്മാവായിരിക്കണം. ഇത് കേട്ടപ്പോൾ പിന്നെയും നമ്മുടെ SIയുടെ തല ചൊറിയാണ്. ഇയാൾ പറയണം, ഓ അല്ലെങ്കിലേ കുറെ കേസുണ്ട്, അതിന്റെ പുറമെ ഇനി ആത്മാവിന്റെ കേസും കൂടെ എടുത്ത് ഞാൻ തലയിൽ വെക്കാം. എന്തായാലും മേഡം, നിങ്ങൾ കറക്റ്റ് സമയത്ത് വന്ന് കാര്യത്തിലേക്ക് ഒരു ക്ലാരിഫിക്കേഷൻ തന്നല്ലോ. എന്തായാലും ഞാൻ ഈ കേസ് ഇവിടുന്ന് വിടുക എന്ന് പറയാണ്. ആ പ്രാന്തിപ്പെണ്ണ് പറയുന്നതും കേട്ട് 2ാമത്തെ തവണയാണ് ഞാൻ വന്ന് പെടുന്നത്, ഇനിയില്ല, എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് SI സ്ഥലം വിടുകയാണ്. അങ്ങനെ എല്ലാവരും അവിടുന്ന് പോയി. നമ്മുടെ മരീചിക ഇപ്പൊ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് നേരത്തെ സാക്ഷിയായിട്ട് ഒരാൾ വന്നായിരുന്നല്ലോ, ഈ സഞ്ജു തൂങ്ങി മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, അയാളെ ഇപ്പോ മരീചിക കാണുകയാണ്. അയാളെ നോക്കി ഒരു ചിരി ഇരിക്കുന്നുണ്ട്. സത്യത്തിൽ മരീചിക ഏർപ്പാടാക്കിയ ഒരാളായിരുന്നു അത്. ഇനി ടിസ്റ്റൊന്നുമില്ല, അവസാനത്തെ ഈ ടിസ്റ്റോട് കൂടിയിട്ട് കഥ ഇവിടെ തീരുകയാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സഞ്ജു ഒരു ഫ്രോഡാണ്. മരീചികയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അവൻ അവളെ പ്രണയിച്ചു, അതുപോലെ തന്നെ വിവാഹം കഴിച്ചു, അവനും
അവനും അവന്റെ കൂട്ടുകാരും കൂടെ അവളെ കൊല്ലാൻ നോക്കി. ലക്ഷ്മി അത് കണ്ടു. ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു. ലക്ഷ്മിക്ക് എങ്ങനെയെങ്കിലും സഞ്ജുവിനെ കല്യാണം കഴിക്കണം. അപ്പൊ അതിന്റെ പേരിൽ ഈ ലക്ഷ്മിയും സഞ്ജുവും കൂടെ ഒരു ഡീൽ ഉണ്ടാക്കി മരീചികയുടെ ബോഡി ഇവര് കാട്ടിലേക്ക് ഇറങ്ങി. എന്നാൽ സത്യത്തിൽ മരീചിക മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലൂടെ പോയ കുറച്ച് പ്രായമായ ഒരു ഭാര്യയും ഭർത്താവും അവളെ കണ്ട് അവളെ രക്ഷപ്പെടുത്തിയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ റിക്കവറായിട്ട് വന്നു. എന്നാൽ അതിനുശേഷം ഇവർ രണ്ടുപേരെയും പെടുത്താൻ വേണ്ടി അവൾ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി. എന്നാൽ ഒരു കാരണവശാലും മരീചിക അതിൽ പെടാനും പാടില്ല. അങ്ങനെ ഇവരുടെ മുന്നിലേക്ക് ഒരു ആത്മാവിനെ പോലെ പല തവണയായിട്ട് വന്നു പോയത് ശരിക്കും മരീചികയുടെ ഒരു പ്ലാൻ തന്നെയായിരുന്നു. ആ കാറിൽ ഇരുന്നതും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ലക്ഷ്മിയെ കണ്ടതും ഇതെല്ലാം അതിന്റെ ഒരു ഭാഗമാണ്. മാത്രമല്ല ആ കഫേയിലുണ്ടായിരുന്ന എല്ലാവരും മരീചികയെ പോലെ സംസാരിച്ചില്ലേ, അത് അവൾ തന്നെ സെറ്റാക്കിയതായിരുന്നു. ടോട്ടലി മരീചികയുടെ ആത്മാവ് ഇവരുടെ പിന്നാലെ ഉണ്ട് എന്നുള്ള ഒരു സംഭവം അവൾ തന്നെ അങ്ങോട്ട് ക്രിയേറ്റ് ആക്കിയെടുത്തു. സഞ്ജുവിനെ നന്നായിട്ട് പേടിപ്പിച്ചു. ഒരു സമയത്ത് ലക്ഷ്മിയും പേടിപ്പിച്ചു. മാത്രമല്ല സഞ്ജുവിനെ തലക്കടിച്ചു കൊന്നത് അവൾ തന്നെയാണ്. എന്നിട്ട് ലക്ഷ്മി പോലീസുകാരെ കൂട്ടി ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഫുള്ളായിട്ട് അവൾ അവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. മരീചിക പ്ലാൻ ചെയ്തതുപോലെ തന്നെ സഞ്ജുവിനെ കൊന്നുകളയും ചെയ്തു. അതുപോലെ തന്നെ ലക്ഷ്മിയെ ഭ്രാന്താശുപത്രിയിലാക്കുകയും ചെയ്തു. അവൾ വിചാരിച്ചതുപോലെ അവളുടെ എല്ലാ പ്ലാനുകളും വർക്കൗട്ട് ആവുകയാണ്. സോ ഇനി അവൾ അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നല്ല മറ്റൊരു കഥയുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.